പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവ കൃപാമൂർത്തി സപാതു നഃ. ഹരി ഓം. കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യുന്നവൻ ത്യാഗിയാണ്, യോഗിയുമാണ്. ബാഹ്യമായി കർമ്മം ഉപേക്ഷിക്കുന്നതല്ല പ്രധാനം. കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ കർമ്മം, ചെയ്യേണ്ടതായ കർമ്മം, കർത്തവ്യമായ കർമ്മം ചെയ്യുന്നവൻ ത്യാഗിയുമാണ്, യോഗിയുമാണ് എന്ന് പറഞ്ഞാണ് ഭഗവാൻ ഈ അധ്യായം തുടങ്ങിയത്. സന്യാസം, കർമ്മയോഗം രണ്ടും രണ്ടല്ല. യഥാർത്ഥ കർമ്മയോഗി സന്യാസിയാണ്. ഇങ്ങനെയുള്ള ഭഗവാന്റെ വചനത്തിൽ നിന്നാണ് ഭാഗവത ധർമ്മം എന്നൊരു സമ്പ്രദായം തന്നെ ഉടലെടുത്തത്. ഭാഗവത ധർമ്മം എന്ന് വെച്ചാൽ അവരവരെന്തെന്ത് ജോലിയിലിരിക്കുന്നു, എവിടെ ഇരിക്കുന്നു, അവിടെ ഇരുന്നുകൊണ്ട് അവരവർക്കുള്ള കർമ്മത്തിനെ നിഷ്കാമ്യമായി നിസ്സംഗമായിട്ട് ചെയ്യാം. അതോടെ ഭക്തിസാധനയോ ജ്ഞാനസാധനയോ അഭ്യസിക്കുകയും ഭഗവത് പ്രാപ്തി നേടുകയും ചെയ്യാം. ഒരു തടസ്സമില്ല എന്നുള്ളത് ഭാഗവത ധർമ്മമാണ്. അതാണ് ഏറ്റവും ഈ കാലത്തേക്ക് നല്ല എല്ലാ കാലത്തേക്കും നാച്ചുറൽ ആയിട്ടുള്ള വഴി. എവിടെ പ്രകൃതി അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ വെച്ചിരിക്കണമോ അവിടെ ഇരിക്കാം. എന്ത് ധർമ്മമാണോ നമുക്ക് വിധിച്ചിരിക്കുന്നത് അത് ചെയ്യാം. അതായിട്ട് വിട്ടുപോകുമ്പോ വിട്ടുപോകട്ടെ. പഴം പഴുത്തു കഴിഞ്ഞാൽ മരത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കില്ല ഞാൻ വീഴട്ടെ എന്ന്, വീണുപോകും. അതുപോലെ എപ്പോഴാണോ ഒരാൾക്ക് ആത്മജ്ഞാനം ഉണ്ടാവണത്, ആത്മജ്ഞാനം ഉണ്ടാവുന്നതോടുകൂടി തന്നെ കർമ്മത്തിലുള്ള കാമന പതുക്കെ പോവുകയും ആദ്യം നിഷിദ്ധകർമ്മം വീണുപോകും, പിന്നെ കാമ്യകർമ്മം വീണുപോകും, അവസാനം വിഹിതകർമ്മവും വീണുപോകും. പിന്നെ അകർമ്മമാണ്. അകർമ്മം എന്ന് വെച്ചാൽ മിണ്ടാതെ കല്ലുപോലെ ഇരിക്കുമെന്നല്ല അർത്ഥം. ചിലപ്പോ ഉജ്ജ്വലമായ ആ ശരീരം പ്രവർത്തിക്കും, പക്ഷെ അല്പം പോലും താൻ കർമ്മം ചെയ്യണു എന്നുള്ള ഒരു ചെറിയ അജ്ഞാനം പോലും ജീവൻ മുക്തനിൽ ഉണ്ടാവില്ല. അതാണ് അകർമ്മസ്ഥിതി. വിദുഷാ ക്രിയമാണം കർമ്മ അകർമ്മൈവ. ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം അതാണ്. വിദ്വാനായ ജ്ഞാനി, അതായത് ജീവൻ മുക്തൻ ചെയ്യുന്നത് കർമ്മയോഗമല്ല. കർമ്മയോഗം സാധനയാണ്. ജീവൻ മുക്തന്റേത് കർമ്മയോഗമല്ല, അകർമ്മമാണ്. കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയ. അയാൾ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും ഒന്നും ചെയ്യണില്ല. പ്രകൃതിയിൽ പലതും ചെയ്യുന്ന പോലെയാണ്. കാറ്റടിക്കുന്നു, മഴ പെയ്യുന്നു, മേഘങ്ങൾ സമുദ്രത്തിൽ പോയി ജലം കൊണ്ടുവന്ന് വർഷിക്കണു. ഇതൊക്കെ അവർക്ക് ചെയ്യണു എന്നുള്ള ഭാവമില്ലാത്ത പോലെ തന്നെ ജീവൻ മുക്തന്റെ ശരീരം അല്ലെങ്കിൽ ഭാഗവതന്റെ ശരീരം, ജ്ഞാനിയുടെ ശരീരം, യോഗിയുടെ ശരീരം, എന്ത് പേര് വേണമെങ്കിൽ കൊടുത്തോളൂ, അത് ലോകത്തിൽ എന്തൊക്കെ പ്രവർത്തിച്ചാലും അതിന് പ്രവർത്തിക്കണു എന്നുള്ള ഭാവമില്ല. അപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു, സന്യാസം എന്ന് പറയണത് കർമ്മയോഗം തന്നെയാണ്. കർമ്മയോഗം തന്നെ ക്രമേണ അകർമ്മമായി തീരും. അപ്പോ ഗൗണസന്യാസം, മുഖ്യസന്യാസം രണ്ട്. ഗൗണസന്യാസം എന്ന് വെച്ചാൽ ഒരാള് MBBS പഠിക്കുമ്പോ തന്നെ അയാളെ ഡോക്ടറെ എന്ന് വിളിക്കണ പോലെയാണത്. അയാൾ നല്ലവണ്ണം പ്രാക്ടീസ് ആയ ശേഷം ചികിത്സിക്കാനൊക്കെ തുടങ്ങിയിട്ട് അയാളെ ഡോക്ടറെ എന്ന് വിളിക്കുന്നതിനും നല്ല അക്കംപ്ലിഷ്ഡ് ഫിസിഷ്യൻ ആവണതിനും പ്രാക്ടീഷണറായിട്ടിരിക്കുന്നതിനും ഉള്ള വ്യത്യാസം പോലെയാണെന്ന് വെച്ചോളാം. ഗൗണസന്യാസം എന്ന് വെച്ചാൽ കർമ്മയോഗി ഗൗണസന്യാസിയും ജീവൻ മുക്തൻ മുഖ്യസന്യാസിയുമാണ്. അവിടെ സന്യാസി എന്നുള്ള പേര് രമണ ഭഗവാനടുത്ത് പറയണു. ആരാ സന്യാസി എന്ന് ചോദിച്ചാൽ ദ സെൽഫ് ഈസ് സന്യാസി എന്നാണ്. എന്ന് വെച്ചാൽ ആത്മാവാണ് സന്യാസി എന്നാണ്. ആത്മാവിന്റെ പേരാണ് സന്യാസം, അല്ലാതെ ശരീരത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ പേരല്ല. എപ്പോ ഒരാള് സ്വയമേവ ആത്മസ്വരൂപിയായിത്തീരുന്നു, ബ്രഹ്മഭൂതനായിട്ട് തീരുന്നു,
അപ്പോഴാണ് അയാൾ സന്യാസി ആവണത്. അപ്പൊ പിന്നെ അയാൾക്ക് പേരൊന്നുമില്ല. നമ്മള് സന്യാസിയുടെ അനുഭവം എന്താ? ഞാൻ ബ്രഹ്മമാണ് എന്നാണ് അനുഭവം. അപ്പൊ അയാൾക്ക് ഒരിക്കലും ഞാൻ സന്യാസിയാണെന്ന് പോലും പറയാൻ പറ്റില്ല. ആ മുഖ്യ സന്യാസത്തിൽ അയാൾക്ക് താൻ എല്ലാമാണ്. അപ്പോ പ്രത്യേകമായ ഒന്നും മാറ്റാതെ തന്നെ ഭാഗവത ധർമ്മത്തിനെ ഭഗവാൻ ഇവിടെ പറഞ്ഞു. കർമ്മയോഗം സന്യാസമാണ്. സന്യാസം എന്ന് പറയുന്നത് ഗീതയുടെ ധർമ്മമാണ്. ഗീതയില് ഉടനീളം സന്യാസം എന്ന വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കണ പോലെ പേരുമാറ്റുകയോ ഊരുമാറ്റുകയോ ചെയ്യുന്ന സന്യാസമല്ല. ആ സന്യാസത്തിന് വിലയില്ല എന്നല്ല, അത് സാമൂഹികമായി മറ്റു പലതും ഉള്ളതുപോലെ അതും സാമൂഹികമായ ഒരു ആവശ്യമാണ്. ചിലർക്ക് ചില സന്ദർഭങ്ങളിൽ സന്യാസം എടുക്കേണ്ടി വരും. ഭഗവാനെ അവരുടെ നിയതി അങ്ങനെ ആക്കി തീർക്കും, അല്ലെങ്കിൽ നിയതിപ്പടി അവർക്ക് അങ്ങനെ വരും, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും, ചെയ്യും, അത് വേറെ വിഷയം. പക്ഷെ ജനറൽ ആയിട്ട് എല്ലാവർക്കും കൂടെ പറയുമ്പോ സന്യാസം എന്ന് പറയണത് ഭഗവാൻ ഇവിടെ ഉപയോഗിക്കണത് ജ്ഞാനം എന്ന അർത്ഥത്തിലാണ്. ജ്ഞാനം കൊണ്ട് ഒരാൾ അകർമ്മിയായിട്ട് തീരണം. എന്നാൽ കർമ്മം നടക്കുകയും ചെയ്യും. കർമ്മത്തിന്റെ ലോഡ് അയാളുടെ ഉള്ളിൽ തലയിൽ ഉണ്ടാവില്ല. അപ്പോ അതാദ്യം പറഞ്ഞു. എന്നിട്ട് എപ്പോഴാണപ്പോ ആർക്കാണ് നഹി അസന്യസ്ത സങ്കല്പോ യോഗി ഭവതി കശ്ചൻ. സന്യാസത്തിന്റെ ലക്ഷണം അഥവാ ലക്ഷ്യം സങ്കല്പത്യാഗമാണ് എന്നും പറഞ്ഞു. മനസ്സിൽ ഉടനീളം, ജീവിതത്തിലുടനീളം തുടർന്നുകൊണ്ടിരിക്കുന്ന മനസ്സിന്റെ ഒരു ചാഞ്ചല്യം, സങ്കല്പിക്കുന്ന സ്വഭാവം, അത് പതുക്കെ പതുക്കെ വിട്ടുപോവുകയും ഉള്ളിൽ ശാന്തി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സന്യാസം നമ്മളിൽ ജനിച്ചുകൊണ്ടിരിക്കണു എന്നർത്ഥം. നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അപ്പോ അങ്ങനെ സങ്കല്പം വിട്ടുപോകാത്തവൻ സന്യാസിയാവില്ല. സങ്കല്പം വിട്ടുപോകണമെങ്കിൽ എന്തു വേണം? ചില സങ്കല്പമൊക്കെ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ പോവില്ല. അതേസമയം കാമ്യമായ അജ്ഞാനത്തോടുകൂടെ കർമ്മം ചെയ്യുമ്പോ അതിൽ നിന്ന് പിന്നെയും പുതിയ പുതിയ സങ്കല്പങ്ങൾ ഉടലെടുക്കും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു കർമ്മത്തിനെ യോഗമായിട്ട് ചെയ്യാം. എപ്പോഴാണോ നീ യോഗാരൂഢനായത്, നീ വാസ്തവത്തിൽ യോഗാരൂഢനാവുക എന്ന് വെച്ചാൽ ഭക്തിമാർഗത്തിലോ ജ്ഞാനമാർഗത്തിലോ നിനക്ക് രുചി ഉണ്ടാവണത്. അപ്പോഴാണ് നമ്മൾ യോഗാരൂഢന്മാരായത്. അതായത് ഏതെങ്കിലും ഭാവത്തിൽ ഭഗവാനോട് ഭക്തി ഉണ്ടായി തുടങ്ങുകയോ ആത്മവിചാരത്തിൽ രുചി ഉണ്ടായി തുടങ്ങുകയോ ചെയ്യുന്നത്. അപ്പോ ഇനി നിനക്ക് നാദ്രിയേത് കർമ്മചോദനം. ഭാഗവതത്തിൽ ഭഗവാൻ പറയണു, ഇനി മേലാൽ ഇന്ന കർമ്മം ചെയ്യൂ, അത് ചെയ്യൂ എന്നൊക്കെ ഉള്ള വിധിയൊന്നും നിനക്ക് ബാധകല്ല. അപ്പൊ യോഗാരൂഢനായി എന്നെങ്ങനെ അറിയാം? എപ്പോ നിനക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ രുചിയില്ലയോ, കർമ്മം ചെയ്യാനുള്ള അർജും നിന്റെ ഉള്ളിലില്ലയോ, അപ്പൊ നീ യോഗാരൂഢനായിരിക്കണോ എന്ന് കൂട്ടിക്കൊള്ളാം. യഥാഹിന ഇന്ദ്രിയാർത്ഥേഷു ന കർമ്മസു അനുഷജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തോച്യതേ. നമുക്ക് പേര്, പ്രസിദ്ധി, പണം, ശരീരത്തിന് വിശ്രാമം വേണം, ശരീരത്തിന്റെ സൗഖ്യങ്ങളൊക്കെ വേണം. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും എപ്പോ ഇല്ലയോ, അതാണ് ഇന്ദ്രിയാർത്ഥേഷു എന്ന് പറഞ്ഞത്. യാതൊന്നും നമ്മൾ ആഗ്രഹിക്കണില്ല. സ്ഥൂല ശരീരത്തിന്റെ സുഖമോ സൂക്ഷ്മ ശരീരത്തിന്റെ സുഖമോ കാരണ ശരീരത്തിന്റെ സുഖമോ നമ്മൾ ആഗ്രഹിക്കണില്ല. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? സ്ഥൂല ശരീരത്തിൽ നിന്ന് കിട്ടുന്ന സുഖം നമ്മൾ ആഗ്രഹിക്കണില്ല. സൂക്ഷ്മ ശരീരം, മനസ്സ്, അതായത് മനസ്സിന് ഒരു സന്തോഷമാണ്. നമ്മളെ ആരെങ്കിലും സ്തുതിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ടിവിയിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഒരു സുഖം, അതും വേണ്ട. കാരണ ശരീരത്തിന്റെ സുഖം എന്താ അറിയോ? ഉറക്കം വന്നില്ല നമ്മൾ കംപ്ലൈന്റ് പറയുമല്ലോ. അതും ആഗ്രഹിക്കാത്തവനാണ് യോഗാരൂഢൻ. അയാള് ഉറക്കം വന്നാൽ ഉറങ്ങും, ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ഇരുന്ന് നാമം ജപിക്കുകയോ അല്ലെങ്കിൽ നിശ്ചലമായിട്ട് ഇരിക്കുകയോ
ആ സമയവും എന്തെങ്കിലുമൊക്കെ ചെയ്യണോ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഉറക്കത്തിനെ ആശ്രയിക്കുന്നില്ല, കർമ്മത്തിനെ ആശ്രയിക്കുന്നില്ല, മനസ്സിന്റെ ചലനങ്ങളെ ആശ്രയിക്കണില്ല. ഈ മൂന്നും ആശ്രയിക്കുന്നത് നമ്മൾ വിട്ടാൽ നമ്മൾ യോഗികളാവും. കർമ്മം ചെയ്യാനുണ്ടോ? ചെയ്യാനില്ലേ മിണ്ടാതിരിക്കാം. മനസ്സിൽ വിചാരങ്ങൾ വരണു, വന്നോട്ടെ. നല്ല വിചാരങ്ങൾ വരണു, വന്നോട്ടെ. ചീത്ത വിചാരങ്ങൾ വരണു, വന്നോട്ടെ. ഉറക്കം വരണു, ഉറങ്ങുക. ഉറക്കം വന്നില്ലേ എഴുന്നേറ്റ് സുഖമായിട്ട് ഇരിക്കുക. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇത് ഉറക്കം വരണില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് തന്നെ ക്ഷീണിക്കും. വയസ്സാവുമ്പോ പ്രകൃതി തന്നെ നമുക്ക് ഉറക്കം തരില്ല. വാർദ്ധക്യാവും തോറും ചെറിയ കുട്ടികൾ ധാരാളം ഉറങ്ങും. വാർദ്ധക്യാവുമ്പോ ഉറക്കം കുറയും. ഉറക്കം കുറഞ്ഞതുകൊണ്ട് നമ്മൾ ക്ഷീണിക്കില്ല. പക്ഷെ ഉറങ്ങിയില്ലല്ലോ എന്ന് വിഷമിക്കുന്നത് കൊണ്ട് ക്ഷീണിക്കും. അതുകൊണ്ട് അതിനെ ആശ്രയിക്കാതിരിക്കുക. അങ്ങനെ ഇതൊക്കെ ഇന്ദ്രിയ വിഷയങ്ങളാണ്. ഈ മൂന്നും ആരെ ആശ്രയിക്കണില്ലയോ, മൂന്ന് ശരീരങ്ങളിലുമുള്ള ആശ്രയം ആര് വിട്ടുവോ അയാള് യോഗാരൂഢനാണ്. അവന് പെട്ടെന്ന് ആത്മാനുഭവം ഉണ്ടാവും. ആത്മവിചാരത്തിൽ അധികാരിയാണവൻ. അപ്പോ യോഗാരൂഢനാവാത്ത ആള് യോഗാരൂഢനാവാനായിട്ട് ശ്രമിക്കാം. എങ്ങനെയാ ശ്രമിക്കണത്? അതാണ് ഭഗവാൻ ഇനിയുള്ള ശ്ലോകത്തിൽ പറഞ്ഞത്. നോക്കാം. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ. ഉദ്ധരേത് സംസാരസാഗരേ നിമഗ്നം ആത്മാനം ആത്മനാം ഊർധ്വം ഹരേത്. ഉദ്ധരേത് യോഗാരൂഢതാം ആപാദയേത് ഇത്യർത്ഥ. യോഗാരൂഢനായിട്ട് തീരുക. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുഃ ആത്മനഃ. ഉദ്ധരേത് എന്ന് വെച്ചാൽ ഉയർത്തണം എന്ന്. എന്തിനെ? ആത്മനാ ആത്മാനം. ആത്മാനം എന്ന് വെച്ചാൽ അവനവനെ, ആത്മാവിനെ. എങ്ങനെ? ആത്മന ആത്മാവിനാൽ തന്നെ. ന ആത്മാനം അവസാദയേത് സ്വയം അവനവനെ താഴ്ത്തിക്കളയരുത്, പതിപ്പിക്കരുത്. എന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കില്ലേ എന്ന് ചോദിച്ചാൽ ആത്മൈവ ഹ്യാത്മനോ ബന്ധു. ആത്മാവ് തന്നെ, അവനവൻ തന്നെയാണ് അവനവന് ബന്ധു. ആത്മൈവ രിപുഃ ആത്മനഃ. അവനവൻ തന്നെയാണ് അവനവന് ശത്രു. ഇത്രയുമാണ് അതിന്റെ വാച്യാർത്ഥം, പദാർത്ഥം. ഉദ്ധരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധുഃ ആത്മൈവ രിപുഃ ആത്മന. ഈ ശ്ലോകത്തിനെ സാധാരണ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ തന്നെ വലിയ കാര്യമായി. സാധാരണ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ ഉദ്ധരിക്കാൻ. കുറച്ച് സമയമേ ഉള്ളൂ ജീവിതത്തിൽ. രമണാശ്രമത്തില് ചില ഭക്തന്മാരൊക്കെ വന്നിട്ട് ആശ്രമത്തിന് പല ഗുണദോഷങ്ങളും പറയും. ആശ്രമത്തിൽ അത് നന്നാക്കണം ഇത് നന്നാക്കണം എന്നൊക്കെ പറയുമ്പോ രമണ ഭഗവാൻ പറയും, അവരൊക്കെ ആശ്രമം നന്നാക്കാൻ വന്നിരിക്കുകയാണെന്നാണ്. വந்த വേലയെ പാര് എന്ന് പറയും. അമേരിക്കയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ, റോബർട്ട് ആഡംസ് എന്നു പേര്, അദ്ദേഹം മഹർഷിയെ കാണാൻ വന്നു 1947. വളരെ കുട്ടിക്കാലം മുതൽക്ക്, തൊട്ടിൽ കിടക്കുന്ന കാലം മുതൽക്ക് അദ്ദേഹത്തിന് ഒരു ദർശനം കിട്ടിക്കൊണ്ടിരുന്നു. തന്റെ അടുത്തൊരാള് കമണ്ഡലം പിടിച്ച് നിൽക്കുന്നതായിട്ട് ഒരു ദർശനം. എവിടെയോ നോക്കണം. ഈ ഗുരുതത്വം എന്ന് പറയുന്നത് വളരെ ആശ്ചര്യമാണ്. അതൊരു വ്യക്തിയല്ല. എപ്പോ ഒരു ജീവന് മുക്തിക്ക് സമയമായോ ദേശകാലങ്ങളൊന്നും പ്രശ്നമേ അല്ല. ഈ കഥകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നല്ലവണ്ണം മനസ്സിലാവും. എവിടെയോ കിടക്കണ ഒരാള് ഏതോ പാശ്ചാത്യ ദേശത്തിൽ ജനിച്ച
കുട്ടി തൊട്ടില് കിടക്കുമ്പോ മുതൽക്ക് എന്തോ തന്റെ അടുത്ത് വന്ന് എന്തോ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു വൃദ്ധന്റെ രൂപം കുട്ടിക്കാലം മുതൽക്ക് ദർശിച്ചു. ഒരു 8-9 വയസ്സായപ്പോ ഈ കുട്ടിക്ക് പല യോഗ അനുഭവങ്ങൾ ഉണ്ടായി. അദ്ദേഹം തന്നെ വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറയാണ്, കണക്ക് പരീക്ഷ എഴുതുമ്പോ പെട്ടെന്ന് ലോകമൊക്കെ മറഞ്ഞുപോയി. ക്ലാസ്സിലിരിക്കുമ്പോ ശരീരമൊക്കെ മറഞ്ഞുപോയി. സകലതും ബോധമയമായിട്ട് ഞാൻ കണ്ടു, ഒക്കെ ഒന്നായിട്ട് കണ്ടു. പക്ഷെ എന്താന്നൊന്നും മനസ്സിലായില്ല, അതിനെ അറിയാനുള്ള സൂക്ഷ്മബുദ്ധിയില്ല. സകലതും അഖണ്ഡമായി ഏകമായി കണ്ടു. അപ്പോ ശിഷ്യന്മാര് കേട്ടോണ്ടിരിക്കുന്നവർ ചോദിച്ചു, എന്നിട്ട് എന്താ? എനിക്ക് 0 മാർക്ക് കിട്ടി. അദ്ദേഹം തന്റെ അനുഭവങ്ങളൊക്കെ ആരെടുത്ത് പറയും? ആർക്കും മനസ്സിലാവില്ല. അദ്ദേഹം തന്നെ പറഞ്ഞ കഥയാണത്. അദ്ദേഹത്തിന് ഉണ്ടാവണതൊക്കെ സൈക്കിക് ട്രബിൾ ആണെന്ന് പറഞ്ഞിട്ട് സൈക്കാട്രിസ്റ്റിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയി ആക്കി കുട്ടിയെ. അവസാനം അദ്ദേഹത്തിന്റെ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചർ, ഒരു വളരെ പ്രസിദ്ധനായ ഒരു മിസ്റ്റിക്കാണ് അദ്ദേഹം, ജോയൽ ഗോൾഡ് സ്മിത്ത് പറഞ്ഞു, നിനക്ക് ഉണ്ടാവണത് വളരെ ഉയർന്ന സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ആണ്, നിനക്കത് നല്ലവണ്ണം വഴികാട്ടുന്ന ആരെങ്കിലുമൊക്കെ നിനക്ക് വേണം എന്ന് പറഞ്ഞ് പരമഹംസ യോഗാനന്ദന്റെ അടുത്ത് കൊണ്ടുവിട്ടു. അപ്പോ യോഗാനന്ദ പറഞ്ഞു, ഞാൻ നിന്റെ ഗുരുവല്ല, നിന്റെ ഗുരു രമണ മഹർഷിയാണ്, ചെന്ന് കാണൂ. ആരാണ് രമണ മഹർഷി ചോദിക്കണം. അപ്പോഴോ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോ കാണുമ്പോ ഷോക്ക്. എന്താന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതൽക്ക് തനിക്ക് ഉണ്ടായിട്ടുള്ളൊരു ദർശനമാണ് താൻ ആ ഫോട്ടോയിൽ കാണുന്നത്. അതിനർത്ഥം എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാമെങ്കിൽ നമ്മൾക്ക് മുക്തിക്കുള്ള റോഡ് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. രമണ മഹർഷി എന്നുള്ള ഒരു പേഴ്സന്റെ രൂപമല്ലാതെ അപ്പപ്പോ നമ്മൾക്ക് വേണ്ടത് എവിടെയുണ്ടോ അതിനോ സജസ്റ്റ് ചെയ്യാനുള്ള പവർ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിന് ടൈം സ്പേസ് ഒന്നുമില്ല, സർവജ്ഞമാണത്. അത് വേണ്ട സജഷൻസ് ഒക്കെ അപ്പൊ തരും. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാൻ അതിന്റെ ഭാഷ, നമ്മൾ തമിഴും മലയാളവും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചു വെച്ചിട്ട് ഈ അന്തര്യാമിയുടെ ഭാഷ അറിയില്ല നമുക്ക്. അതിന്റെ ഭാഷ മനസ്സിലാക്കാനുള്ള പവർ നമുക്കില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ വെളിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഗൈഡൻസ് വേണ്ടി വരണം. അത് മനസ്സിലാവുമെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ആരും ഗുരുവൊന്നും ആവശ്യമില്ല. ആത്മാ തന്നെയാണോ ഗുരു. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്തപ്പോ ആ 17 വയസ്സ് കുട്ടിയും എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി വിഷമിച്ച് അങ്ങോട്ട് പുറപ്പെട്ടു വന്നു. ആശ്രമത്തിലേക്ക് വന്നപ്പോ തമിഴ് ഭാഷയൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് രമണ ഭഗവാൻ പറയണത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ആളെ പിടിച്ചു. അദ്ദേഹം എന്താ പറയണെന്ന് വെച്ചാൽ എനിക്കൊന്ന് വിവർത്തനം ചെയ്തു തരണം. അദ്ദേഹത്തിനെയും കൂട്ടിക്കൊണ്ടുപോയി മഹർഷിയുടെ മുമ്പിൽ ചെന്നിരുന്നു. പക്ഷെ അദ്ദേഹം മഹർഷിയെ കണ്ടപ്പോ തന്നെ, നല്ലവണ്ണം കഥകളി അറിയണ ആൾക്ക് കളി കണ്ടാൽ മുദ്ര കാണിക്കുമ്പോ തന്നെ മനസ്സിലാവും. ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. അറിയാത്ത ആൾക്കാണ് ഒന്നും മനസ്സിലാവില്ല. ആ തുണി പിടിച്ച് ചോട്ടിലിടുന്നതിന് മുമ്പ് ഉറങ്ങി പോകും. അതുപോലെ ഉള്ളില് പക്വമായ ആൾക്ക്, ഗുപ്തയോഗിക്ക്, പൂർണ്ണ യോഗിയെ കണ്ടാൽ പഠിക്കാൻ ഭാഷയൊന്നും ആവശ്യമില്ല. മഹർഷിയെ കാണുമ്പോ തന്നെ ഈ കുട്ടി കുറെയൊക്കെ മനസ്സിലാക്കി. എന്നിട്ടും എന്താ പറയണതെന്ന് കേൾക്കാം. മഹർഷി ഒന്നും പറയണില്ല. പറയൽ വളരെ കുറവേ ഉള്ളൂ. അവചനേന ഇവ ബ്രഹ്മപ്രോവാച.
ബ്രഹ്മസൂത്രത്തില് ഉഭയലിംഗാധികരണം എന്ന ഭാഗത്തിൽ വരും. ബ്രഹ്മത്തിനെ എങ്ങനെ ഉപദേശിച്ചു എന്ന് വെച്ചാൽ അവചനേനൈവ ബ്രഹ്മപ്രോവാച എന്ന്, പറയാതെ പറഞ്ഞു. ശിഷ്യൻ പോയി 1 വർഷം ഗുരുവിന്റെ അടുത്ത് ചോദിച്ചു. ഗുരു ഒന്നും മിണ്ടിയില്ല. അങ്ങ് ഉപദേശിക്കില്ലേ എന്ന് ചോദിച്ചു. ഭ്രൂമഹ ഖലു ത്വം തു ന വിജാനാസി. പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഭ്രൂമഹ ഖലു ത്വം തു ന വിജാനാസി അവചനേനൈവ ബ്രഹ്മപ്രോവാച. ഒന്നും മിണ്ടാതിരുന്നു. കുറെ കഴിഞ്ഞപ്പോ അടുത്തിരിക്കുന്ന ഒരു ജോലിക്കാരൻ ആരെയോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയണത് കേട്ടിട്ട് മഹർഷി പറഞ്ഞു, ചുമ്മാ ഇരു, വന്ന വേലയെ പാര്. അപ്പൊ ഈ പയ്യൻ ഈ ട്രാൻസ്ലേറ്ററുടെ അടുത്ത് ചോദിച്ചു, എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിച്ചു. കീപ് ക്വയറ്റ്, പേ അറ്റൻഷൻ ടു ദ വർക്ക് ഫോർ വിച്ച് യു കെയിം. മിണ്ടാതിരിക്കൂ, വന്ന വേല നോക്കൂന്നാണ്. എന്തിനാ വന്നതെന്ന് വെച്ചാൽ അത് ശ്രദ്ധിക്കൂ. മതി. പിന്നെ അദ്ദേഹം ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചതേ ഇല്ല. ഇനി ഒന്നും മനസ്സിലാക്കണ്ട, ഇനി ഒന്നും അറിയണ്ട. അവിടെ ഇരുന്നു. 2 വർഷം ഇരുന്നു. പലരും അന്നൊക്കെ ആ കുട്ടിക്ക് തലയ്ക്ക് ഭ്രാന്താണെന്ന് പോലും ധരിച്ചിരുന്നു. കുറെ വർഷം, 10-20 വർഷം ഭാരതത്തിൽ പല സ്ഥലത്തും ഇരുന്നു. തിരിച്ചുപോയി. പാശ്ചാത്യ ദേശത്തിൽ അനേകം മഹാത്മാക്കൾ വന്നിട്ടുണ്ട്. ഇവിടുന്നൊക്കെ ഭാരതത്തിൽ നിന്നൊക്കെ പല ഗുരുക്കന്മാരുടെ അടുത്തു നിന്നൊക്കെ പഠിച്ചിട്ടും രമണ മഹർഷിയുടെ അടുത്തുനിന്ന് തന്നെ ഒക്കെ. പക്ഷെ ഇദ്ദേഹം വളരെ വിലക്ഷണമായി നമ്മളുടെ നാട്ടിലെ ഋഷികൾ എങ്ങനെയിരുന്നുവോ ഏകദേശം അതുപോലെ തന്നെ വളരെ നിസ്സംഗമായിട്ട്, പ്രചാരമൊന്നും കാര്യമായിട്ടില്ലാതെ, അദ്ദേഹത്തിന് ഉള്ളിലൊരു ആജ്ഞ വന്നു തന്റെ അനുഭവം എല്ലാവർക്കും പറയണമെന്ന്. അതുകൊണ്ട് മാത്രം കാരവൻ എന്ന് പറയും, ഒരു ഹൗസ് വാൻ പോലെ, ആ വാനിൽ തന്നെ താമസിക്കാം. അതിൽ യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് 20 ആൾക്ക് മേലെ കൂടിക്കഴിഞ്ഞാൽ ആ സ്ഥലം വിടണം എന്നാണ് ആദേശം. അങ്ങനെ യാത്ര ചെയ്തു. അവസാന കാലം ഒരു പർവ്വതത്തിന്റെ ചോട്ടില്, സെഡോണ ഹിൽസിന്റെ ചോട്ടില് അദ്ദേഹം കുറച്ചു കാലം താമസിച്ച് കുറെ പേര് പ്രയോജനപ്പെട്ടു. വളരെ ഉയർന്ന ഒരു ജ്ഞാനനിഷ്ഠനായിരുന്നു. ശരിക്കും ഭാരതീയമായൊരു ട്രഡീഷണൽ വേദാന്തത്തിൽ വന്ന ഒരു ആചാര്യനെ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും ഒക്കെ. ഉപദേശമേ ഇല്ല. യഥാർത്ഥ ആചാര്യന് ഉപദേശമൊന്നുമില്ല, പറയാനൊന്നുമില്ല, ടീച്ചിങ് ഒന്നുമില്ല, ലെക്ചറൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് ആർക്കും ആരെ ഉപദേശിക്കും? നിങ്ങളൊക്കെ പൂർണ്ണരാണെന്ന് കണ്ടാൽ പിന്നെ എങ്ങനെ ഉപദേശിക്കും? പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, പറയാം, അത്രയേ ഉള്ളൂ. അങ്ങനെ എന്തിനാ അത് പറഞ്ഞ് കഥ പറഞ്ഞു എന്ന് വെച്ചാൽ, ഉദ്ധാരണം ചെയ്യണമെങ്കിൽ നമ്മളെ ഉദ്ധരിക്കാനുള്ള പവർ നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഉദ്ധരിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം നമ്മളുടെ ഉള്ളിൽ വരണം. പലപ്പോഴും നമുക്ക് വേറെ പല ഉദ്ദേശങ്ങൾ വന്നു പോയാൽ നമ്മളുടെ ഈ ഉത്തമ ലക്ഷ്യം കറപ്റ്റഡ് ആവും. അധ്യാത്മജീവിതത്തിൽ വന്നു പോയാലും ആളുകൾ പലപ്പോഴും, ഇപ്പൊ ഗുരുവായൂർ വരെ മെനക്കെട്ട് പോയിട്ട് അവിടുത്തെ കടയിൽ നിന്നും മോതിരമോ വളയോ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നു, ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ അധ്യാത്മജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടും പലപ്പോഴും നമ്മളുടെ ഉദ്ദേശം പാളിപ്പോവും. നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ ഇതൊക്കെയാണെന്ന് വിചാരിക്കും. ഇതൊക്കെയാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് വിചാരിച്ചു പോവും. എന്തോ ആയിത്തീരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കണത് എന്ന് തോന്നിപ്പോവും. അപ്പൊ എന്താ? നമ്മളെ ഉദ്ധരിക്കലല്ല, വേറെ എന്തൊക്കെയോ ഉദ്ധരിക്കാനുള്ള പുറപ്പാടാണ്. അവിടെയാണ് ഭഗവാൻ പറയുന്നത്, ഉദ്ധരേത് ആത്മാനാത്മാനം. വന്ന വേല നോക്കൂ എന്നാണ്. എത്ര കാലം ജീവിക്കുന്ന അറിയില്ല, എപ്പ ശരീരം വീണു പോകുന്ന അറിയില്ല. ദേഹം വീണു പോണതിന് മുമ്പ് കാര്യം നടത്തണം. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയത്. എങ്ങനെ ഉദ്ധരിക്കണം? ആത്മനൈവ ഉദ്ധരേത്. ആത്മനൈവ എന്ന് വെച്ചാൽ ഒരാത്മാ എന്നുള്ളതിന് നമ്മളുടെ ശരീരം, മനസ്സ് എന്നർത്ഥം. ഒരാത്മാ എന്നുള്ളതിന് ജ്ഞാനം എന്നർത്ഥം. ജ്ഞാനം കൊണ്ട് ശരീരത്തിനോടും മനസ്സിനോടുള്ള സംഘം വിച്ഛേദിച്ച് സ്വയം തന്നെ അറിയുക.
അല്ലെങ്കിൽ യോഗസാധന കൊണ്ട് അവരവര് ഏതേത് സ്റ്റേറ്റിൽ ഇരിക്കുന്നു ആ സ്റ്റേറ്റിനനുസരിച്ച് ഈ ശ്ലോകത്തിന് അർത്ഥം പറയാം. ഒരു സാധക തലത്തിൽ ഇരിക്കുമ്പോ ജപവും ധ്യാനവും ഭക്തിയും ഒക്കെ ചെയ്ത് ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ശുദ്ധം ചെയ്ത് ഉദ്ധരിക്കാം. ലക്ഷ്യം അറിയാത്ത ആളാണെങ്കിൽ സത്സംഗത്തിലൊക്കെ ചെന്ന് മഹാപുരുഷന്മാരുടെ സമ്പർക്കം കൊണ്ട് ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞ് ഉദ്ധരിക്കും. ഉദ്ധരേത് ആത്മനാത്മാനം. ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നു, വെറുതെ പാഴാക്കി കളയരുത്. എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് കിട്ടിയിരിക്കുന്നത്. എത്രയോ ജന്മങ്ങൾക്ക് ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യമർത്ഥതം അനിത്യമപീഹ ധീരഃ തൂർണം യതേത ന പതേത് അനുമൃത്യു യാവത് നിശ്രേയസായ വിഷയഃ ഖലു സർവതഃ സ്യാത്. നിശ്രേയസായ വിഷയാഃ ഖലു സർവതഃ സ്യുഃ. ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തി. എത്രയോ ജന്മങ്ങൾക്ക് ശേഷം ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കണം. വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാലോ പാരമാർത്ഥികമായൊരു പ്രയോജനം ഉണ്ടാവും. അത് ശരിക്കും ഉപയോഗിച്ചിട്ടില്ലെങ്കിലോ? തമിഴിലൊരു പാട്ടുണ്ട്, നന്ദവനത്തിലൊരാണ്ടി അവൻ 4-6 മാതമായി കുയവனை വേണ്ടി കൊണ്ടുവന്താൻ ഒരു തോണ്ടി அதை കൂത്താടി കൂത്താടി പോട്ടുടച്ചാണ്ടി. ആണ്ടി എന്ന് വെച്ചാൽ ഈ ജീവൻ. 4-6 മാതമായി എന്ന് വെച്ചാൽ 10 മാസം എനക്കിട്ട് ഒരു തോണ്ടി എന്ന് വെച്ചാൽ കുടം കൊണ്ടുവന്നു അത്രേ. എന്നിട്ട് അത് എന്തിനു പ്രയോജനപ്പെടുത്തണം എന്നറിയാതെ കൂത്താടി കൂത്താടി പോട്ട് ഉടച്ചാൻ ചവിട്ടിലിട്ടു. അവസാനം വീണു പോകും. ശരി അല്ലേ? അതുകൊണ്ട് ഈ ശരീരത്തിനെ, മനുഷ്യ ശരീരം, ഒരു മനുഷ്യ ശരീരത്തിൽ ഗുപ്തമായി കിടക്കുന്ന ശക്തി എന്താ? വിവേകമാണ്. ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള ശക്തി മനുഷ്യനിൽ മാത്രമുണ്ട്. ബ്രഹ്മാവലോകധിഷണം. അത് മാത്രമാണ് മനുഷ്യനുള്ള പ്രത്യേകത. അല്ലാതെ നമ്മളിപ്പോ കാണിക്കുന്ന ജപ്പടി വിത്ത, രമണ ഭഗവാൻ അക്ഷരമണമാലയിൽ ഒരു പാട്ടുണ്ട്, ജപ്പടി വിത്തൈ കற்றி ഇപ്പടി മയക്കുവിട്ട് ഉരുപ്പടും വിത്തൈ കാട്ട് അരുണാചല. ജപ്പടി വിത്തൈ കറ്റ് ഇപ്പടി മയക്കുവിട്ട്. ജപ്പടി വിത്ത എന്ന് വെച്ചാൽ മാജിക് ഷോ, മാജിക്, ഇന്ദ്രജാലം. ഇപ്പൊ നമ്മളുടെ എത്ര ഇന്ദ്രജാലമാണ് നടക്കണത് അല്ലെ? എന്തൊക്കെ നടക്കണു. ഇവിടെ ചെറിയൊരു ഫോൺ വെച്ചാൽ അമേരിക്കയിൽ ഇരിക്കുന്ന ആളെ കണ്ടുകൊണ്ട് സംസാരിക്കാം. പെട്ടെന്ന് ഇവിടുന്ന് വേറെ ഒരു രാജ്യത്തിലേക്ക് പോവാം. എന്തൊക്കെയോ സാധിച്ചു കഴിഞ്ഞു നമ്മള്. ഭഗവാൻ പറഞ്ഞത് ഈ ജപ്പടി വിദ്യ കൊണ്ടൊക്കെ, ഇന്ദ്രജാലം കൊണ്ടൊക്കെ എന്നെ മയക്കാതെ ഉരുപ്പടും വിത്തൈ കാട്ട് അരുണാചല. ഉരുപ്പടും വിത്ത എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവണം, ശാന്തി വേണം, നിറവ് വേണം, ഫുൾഫിൽമെന്റ് വേണം. അതില്ലല്ലോ. വേറെ എന്തൊക്കെയോ സാധിച്ചെടുക്കണു. അപ്പൊ എവിടെ ഉദ്ധരിക്കപ്പെട്ടില്ല. എല്ലാം സാധിച്ചിട്ട് അതൊക്കെ നമുക്ക് തന്നെ വിനയായിട്ടാണ് തീരുന്നത്. എല്ലാ സുഖം സൗകര്യങ്ങളും കിട്ടി. എന്നിട്ടോ മനുഷ്യന് സ്വാതന്ത്ര്യവും ശാന്തിയും കൂടുന്നതിന് പകരം കൂടുതൽ 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 ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യാത്രകളൊക്കെ സൗകര്യമാവണതിന് പകരം ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിലിരിക്കുക എന്നുള്ളത് പറ്റില്ല. നാട് നീളെ ഇരിക്കണം. എല്ലാം കൊണ്ടും നമ്മള് വിഷമിക്കുകയാണ്. നമുക്ക് വേണ്ടത് കിട്ടണില്ല. നമ്മളുടെ വിദ്യാഭ്യാസം ഒക്കെ പരാജയപ്പെട്ടു പോവാണ്. ഒന്നും പ്രയോജനപ്പെടുന്നില്ല. അതാണ് ജപ്പടി വിത്തൈ കറ്റ് ഇപ്പടി മയക്കുവിട്ട് എന്ന് പറഞ്ഞു. ഉരുപ്പടും വിത്തൈ. നമുക്ക് നമ്മളെ ഉദ്ധരിക്കാനുള്ള ഒരു വിദ്യ വേണം. ഉദ്ധരിക്കാനുള്ള ഒരു വിദ്യ, നമ്മളെ തന്നെ ഉദ്ധരിക്കാൻ. എങ്ങനെ ഉദ്ധരിക്കും? യോഗാരൂഢത്വമാസാദ്യ. ആചാര്യ ഭഗവത്പാദൻ വിവേക ചൂടാമണിയിൽ പറഞ്ഞു, ഇവിടെ ഭാഷ്യത്തിലും പറഞ്ഞു, യോഗാരൂഢനായിട്ട് ഉദ്ധരിക്കൂ എന്നാണ്. അതായത് യു ഹാവ് ടു അറ്റൈൻ ദാറ്റ് സ്റ്റേറ്റ് വെർ യു ഹാവ് നോ അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ടുവേർഡ്സ് വേൾഡ്ലി ഒബ്ജക്ട്സ്. യഥാഹിന ഇന്ദ്രിയാർത്ഥേഷു. ഇന്ദ്രിയ വിഷയങ്ങളിൽ ഒന്നും സംഘമില്ല, ആയിത്തീരാനുള്ള വ്യഗ്രതയില്ല, ശാന്തിയുണ്ട്, നിറവുണ്ട്, ആ നിറഞ്ഞ സ്ഥിതിയുണ്ട്. ആ യോഗാരൂഢത്വം നേടിയെടുക്കൂ.
എന്നാലേ നീ നിന്നെ ഉദ്ധരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ആത്മൈവ ഹ്യാത്മനോ ബന്ധു, നിനക്ക് അങ്ങനെ ചെയ്താൽ, നീ നിന്നെ ഉദ്ധരിച്ചാൽ നിനക്ക് നീ തന്നെ ബന്ധുവായിട്ട് തീരും. സത്സംഗത്തിലേക്കും ഭക്തിയിലേക്കും സദ്ഗ്രന്ഥ പാരായണത്തിലേക്കും സാധനയിലേക്കും ഒക്കെ പ്രവേശിക്കുകയാണെങ്കിൽ നിനക്ക് നീ ബന്ധുവായിട്ട് തീരും. നിന്റെ ഉത്തമമായ ബുദ്ധിയെ, ശുദ്ധമായ ബുദ്ധിയെ ഉപയോഗിച്ച് നിനക്ക് തന്നെ നീ ഹിതം ചെയ്യുകയാണെങ്കിൽ നീ ബന്ധുവായിട്ട് തീരും. അല്ലെങ്കിൽ നിനക്ക് നീ തന്നെ ശത്രുവായിട്ട് തീരും. പലപ്പോഴും നമ്മൾക്ക് പലതും ദൂഷ്യമാണെന്ന് അറിയാം, എന്നിട്ട് നമ്മൾ ചെയ്യാം. ഒട്ടകം മുള്ളു തിന്നണ പോലെ. ഒട്ടകത്തിന് മുള്ളു തിന്നാൽ നാവ് പൊട്ടിയിട്ട് ചോര ഒലിക്കും, എന്നാലും ഒട്ടകം മുള്ളു തിന്നും. നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ കാണാം, പല കുഴപ്പങ്ങളും നമ്മളുടെ അങ്ങനെയാണ്. ഇതൊന്നും വേണ്ടാന്ന് തോന്നുന്നുണ്ട്, എന്നാലും ചെയ്തു പോണു. ഇതൊന്നും നമുക്ക് നല്ലതല്ലാന്നറിയും, എന്നാലും അതിൽ തന്നെ പോയി പെടും. അങ്ങനെ ഇരിക്കുമ്പോ എന്ത് ചെയ്യും? ഒറ്റ വഴിയേ ഉള്ളൂ, ഭഗവാന്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിക്കാം, എന്നെ രക്ഷിക്കൂ എന്നാണ്. ഉദ്ധരേത്ത്, ഭഗവാന്റെ അടുത്ത് നമ്മൾക്ക് നമ്മളെ ഉദ്ധരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് വേണം? തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി നചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. ഭഗവാൻ ഒരു ആശ്വാസവാക്ക് തന്നിട്ടുണ്ട്. നിനക്ക് തന്നെ ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാക്സിമം ശ്രമിച്ചു നോക്കി, പരാജയപ്പെടുമ്പോ ആ പരാജയം ഒരു വിജയമാണ്. എന്താന്ന് വെച്ചാൽ പരാജയപ്പെടുന്നത് ആരാ പരാജയപ്പെട്ട? പരാജയപ്പെടുന്ന ആളാരാ? നമ്മളുടെ അഹങ്കാരമാണ് പരാജയപ്പെടുന്നത്. അത് അകമയ്ക്ക് പരാജയപ്പെടുമ്പോ അപ്പോ ശരണാഗതി ചെയ്യും, ആത്മനിവേദനം ചെയ്യും, അന്തര്യാമിക്ക് പിടികൊടുക്കും. അതുവരെ ഇത് അന്തര്യാമിക്ക് പിടികൊടുക്കില്ല. അതുവരെ ഞാൻ തന്നെ ചെയ്തോളാം. വിജയം പ്രാപിക്കും തോറും അധ്യാത്മ ജീവിതമില്ല. രമണ മഹർഷിയുടെ അടുത്തേക്ക് വന്ന ഒരു പ്രൊഫസർ, അദ്ദേഹം മഹർഷിയെ കാണാൻ വരും. 5 വയസ്സ് മുതൽ മഹർഷിയെ കാണുന്ന ആളാണ്. വിരൂപാക്ഷ ഗുഹയിലൊക്കെ മഹർഷി ഇരിക്കുമ്പോ തന്നെ അറിയുന്ന ആളാണ്. പക്ഷേ പലപ്പോഴും വളരെ അടുപ്പം സാധിച്ചാൽ നമുക്ക് പ്രയോജനപ്പെടില്ല. മഹാത്മാക്കളുടെ സമ്പർക്കം കിട്ടിയാൽ ചിലപ്പോൾ പ്രയോജനപ്പെടില്ല. അതാണ് പറയുന്നത്, നമുക്ക് നമ്മൾ തന്നെയാണ് ബന്ധു എന്നുള്ളത്. നമ്മളുടെ ബുദ്ധി തെളിഞ്ഞിട്ടില്ലെങ്കിൽ മഹാപുരുഷന്മാരുടെ സമ്പർക്കം കിട്ടിയിട്ടും കാര്യമില്ല. നമുക്കറിയില്ല. ജയവിജയന്മാര് വൈകുണ്ഠത്തിൽ ഇരുന്നിട്ട് പിന്നീട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായിട്ട് വന്നില്ലേ? ഇപ്പോ രമണ മഹർഷി ഒരു അറ്റൻഡന്റ് അടുത്ത് ചുമ്മാ വന്ന വേലയെ പറയൂന്ന് പറഞ്ഞുവല്ലോ. അയാളെ കുറിച്ച് തന്നെ തമാശയായിട്ട് പറയും, ഒരിക്കൽ ആശ്രമത്തിൽ ഒരു നായ വന്നു. നായ കുരച്ചോണ്ടേ ഇരിക്കണം. അപ്പൊ മഹർഷി ഈ ജോലിക്കാരനോട് ചോദിച്ചു, എന്തിനാ നായ കുരയ്ക്കണത്? അത് പുറത്തുനിന്നൊരു നായ വന്നിട്ടുണ്ട്, അതിനെ ഓടിച്ചു വിടുകയാണ്, ആശ്രമത്തിന്റെ ഉള്ളിലുള്ള നായ. ഓ, ഒന്നെ കണ്ട് പഠിച്ചിരിക്കും പോലിരിക്കും, എന്റെ അടുത്തുനിന്ന് പഠിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ ഇത്ര അടുത്തിരുന്നാലും പലപ്പോഴും അവർക്ക് അവരുടെ ബുദ്ധി തെളിയാത്തത് കൊണ്ട് അവർക്കത് പ്രയോജനപ്പെടുകയില്ല. വിളക്കിന്റെ നേരെ ചുവട്ടില് ഇരുട്ടുണ്ടാവും. വിളക്ക് ദൂരത്തിലൊക്കെ പ്രകാശം വിതരണം ചെയ്യുമ്പോഴും ആ വിളക്കിന്റെ നേരെ ചുവട്ടില് ഇരുട്ടുണ്ടാവും. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ചിലപ്പോ നമ്മൾക്ക് ബുദ്ധി തെളിയണ വരെ നമുക്ക് കിട്ടിയത് എന്താണെന്ന് അറിയില്ല. ഈ ഞാൻ പറയുന്ന ആളും കൃഷ്ണമൂർത്തി അയ്യർ, NR കൃഷ്ണമൂർത്തി അയ്യർ, അദ്ദേഹം 5 വയസ്സ് കുട്ടി ആയിരിക്കുമ്പോ തന്നെ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വയസ്സാവും തോറും മഹർഷിയോട് ദേഷ്യം വരാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ ഇവിടെ സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുമ്പോ ഒരാൾ കോണകം കെട്ടി എവിടെയോ കൗബീനവും കെട്ടി ഗുഹയിലിരിക്കണു, ഒന്നിലും പ്രവർത്തിക്കണില്ല, കർമ്മം ചെയ്യണില്ല എന്നൊക്കെ തോന്നും. കുറെ പാശ്ചാത്യ ദർശനങ്ങളും ഒക്കെ വായിച്ചു, വെസ്റ്റേൺ ഫിലോസഫിയൊക്കെ വായിച്ച് തലയൊക്കെ കടുവെത്തി. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ പുനർജന്മത്തിനെ നിഷേധിക്കലും ഈശ്വരനെ നിഷേധിക്കലും ഒക്കെയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യം. അപ്പൊ അദ്ദേഹം പലരും ആരെങ്കിലും ഒക്കെ പുറമേ ഉള്ളവര് മഹർഷിയെ കുറിച്ച് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് എനിക്ക് 5 വയസ്സ് മുതൽക്കറിയാം.
അദ്ദേഹത്തിനൊന്നും അറിയില്ല എന്നൊക്കെ പറയും. അങ്ങനെ അദ്ദേഹം തിരുവണ്ണാമലയിൽ എതിർച്ചയാ അദ്ദേഹത്തിന്റെ വീട് അവിടെ ഉണ്ട്. അവിടെ വന്നപ്പോ മറ്റൊരു അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ടി കെ സുന്ദരേശ് അയ്യർ, അദ്ദേഹം ഒരു വളരെ വിനയാന്വിതനായ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അദ്ദേഹം നമുക്ക് രമണാശ്രമത്തിൽ പോയി 2 ദിവസം താമസിക്കാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ശരിയെന്ന് പറഞ്ഞു. ശരിയെന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഉത്സവത്തിരക്കും ടൗണില് കുറച്ച് രോഗമും അവിടെ വ്യാധികൾ, കണ്ടേജിയസ് ഡിസീസ് ഒക്കെ പരന്നിട്ടുണ്ട് ടൗണില്. ആശ്രമത്തിലാവുമ്പോ തിരക്കില്ലാതെ താമസിക്കാം, ഞാൻ വരാം, പക്ഷെ എന്റെ മഹർഷിയെ ഞാൻ നമസ്കരിക്കൊന്നുമില്ല എന്ന്. അപ്പൊ ടി കെ സുന്ദരേശ്വരർ പറഞ്ഞു, മഹർഷിക്ക് നമസ്കരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്നോടായിരിക്കും കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് സാരമില്ല വന്നോളൂ എന്നു. ഇവർ ആശ്രമത്തിന്റെ ഉള്ളിൽ വന്ന ഉടനെ മുമ്പിലൊരു വലിയ മരമുണ്ട്, ഇലുപ്പമരം, ഇപ്പോഴും. ആ ഇലുപ്പമരത്തിന്റെ ചുവട്ടില് ഭഗവാൻ ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട്. തമാശ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ആദ്യം നമസ്കരിച്ചത് ഇദ്ദേഹമാണ്. നേരെ പോയിട്ട് ഉള്ളിൽ പോയി നമസ്കരിച്ചു കഴിഞ്ഞത് ഒരു പെട്ടെന്നൊരു ലജ്ജ വന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ എന്നെ തന്നെ താഴ്ത്തി കളഞ്ഞല്ലോ എന്നൊക്കെ തോന്നി. പിന്നെ ടി കെ സുന്ദരേശ്വരരെ നോക്കി പറഞ്ഞു, ഞാനൊരു കർത്തസിക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞു, ഒരു മര്യാദയ്ക്ക് വേണ്ടി ചെയ്തതാണ്, സാരമില്ല. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹം മഹർഷിയുടെ അടുത്ത്. നിങ്ങളിപ്പോ യു ആർ ഇൻ എ സ്റ്റേറ്റ്, നിങ്ങളൊരു സ്ഥിതിയിലിരിക്കുന്നു, സ്റ്റേറ്റ് എന്നാണ് വാക്ക്, നിങ്ങളൊരു സ്റ്റേറ്റിലിരിക്കണം. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്താവും? ഇതാണ് ചോദ്യം. നിങ്ങളിപ്പോ മരിച്ചു കഴിഞ്ഞാൽ എന്താവും? ഈ NR കൃഷ്ണമൂർത്തിയെ തന്നെ പിന്നീട് എഴുതിയ ആർട്ടിക്കിളാണ്. അദ്ദേഹം പറയണു, അദ്ദേഹം എന്തൊക്കെ ഉത്തരം പറയുന്നുള്ളതൊക്കെ ഞാൻ മുൻകൂട്ടി തന്നെ, നമ്മളിപ്പോ ഒരു ചോദ്യം ചോദിക്കുമ്പോ തന്നെ ചോദ്യം ചോദിക്കുന്ന ആള് ചില ഉത്തരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും, അത് മുമ്പിൽ വെച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ഋഷികളുടെ സമ്പ്രദായം, പ്രത്യേകിച്ച് രമണ ഭഗവാന്റെ സമ്പ്രദായം എങ്ങനെയാന്ന് വെച്ചാൽ ചോദ്യത്തിന് ചിലപ്പോ അന്നൊന്നും ഉത്തരം വരികയില്ല. He will wait till you forget the question, till you forget your own answer. അതിനു മുമ്പ് ആ കൊടുക്കണ ആൻസർ കേൾക്കില്ല നമ്മള്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമല്ലോ, നമ്മളുടെ ഉത്തരവുമൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കും. ഇദ്ദേഹം ചോദിച്ച ചോദ്യം, നിങ്ങളിപ്പോ ഒരു സ്റ്റേറ്റിൽ ഇരിക്കണം, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്താവും? അപ്പൊ അദ്ദേഹം ഞാൻ മറ്റൊരു ജന്മം എടുക്കുമെന്നോ അല്ലെങ്കിൽ ഊർധ്വലോകത്തിൽ എവിടെയെങ്കിലും പോകുമെന്നോ അല്ലെങ്കിൽ മുക്തനാകുമെന്നോ എന്തെങ്കിലുമൊക്കെ പറയുമെന്നൊക്കെ ഉള്ള ഉത്തരമൊക്കെ തയ്യാറാക്കി, അതിനുള്ള മറുപടിയൊക്കെ തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കുക. ഒന്നും പറഞ്ഞില്ല, 10-15 മിനിറ്റ് ഒന്നും പറഞ്ഞില്ല. പിന്നെ കൃഷ്ണമൂർത്തിയർ പറഞ്ഞു, ഈ മഹർഷിയുടെ ടെക്നിക്ക് എനിക്ക് മുമ്പേ മനസ്സിലാവും, അറിയും. അതാണ് ബുദ്ധി കൂടുതലായ എല്ലാം അറിഞ്ഞു വെക്കും നമ്മള്. ഇദ്ദേഹം ഇങ്ങനെ ഉത്തരം പറയാതെ രക്ഷപ്പെടുന്ന എനിക്കറിയാം. അദ്ദേഹം ആ ഒരു സൈലൻസിൽ പോയി രക്ഷപ്പെടുകയാണ് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇരിക്കുന്ന കസേരയ്ക്ക് ചുവട്ടിൽ ഒരു ബോംബ് പൊട്ടിയിരുന്നെങ്കിൽ പോലും ഞാൻ ഇത്ര ഞെട്ടില്ല. അങ്ങനെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു മറുചോദ്യം ഇങ്ങടേക്ക് വന്നു. എന്താ മറുചോദ്യം എന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും പല വാക്കുകളും പറയണത് അർത്ഥം അറിയാതെയാണ് പല വാക്കും പറയണത്. ഇദ്ദേഹം ചോദിച്ചത്, നിങ്ങളിപ്പോ ഒരു സ്റ്റേറ്റിൽ ഇരിക്കണു, ഇത് കഴിഞ്ഞാൽ എന്താവും എന്നാണ് ചോദിച്ചത്. മഹർഷി കുറെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, വാട്ട് ഡു യു മീൻ ബൈ സ്റ്റേറ്റ് ചോദിച്ചു. നിങ്ങൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞല്ലോ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഉടനെ ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, ശരിയാണ്, ഞാൻ ശരീരത്തിനെ അല്ല പറഞ്ഞത്. ശരീരത്തിനാണെങ്കിൽ അത് പാർക്കാ അറിയാത്തത്, ഒന്നിലിവിടെ കത്തിച്ചു കളയും, അല്ലെങ്കിൽ അത് സ്വയം ചീഞ്ഞു പോവും, കുഴിച്ചിടും. അപ്പൊ ശരീരത്തിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ചോദ്യത്തിൽ തന്നെ ഞാൻ കുടുങ്ങിക്കഴിഞ്ഞു. കാരണം ഉദ്ദേശിച്ചത് ശരീരത്തിനെ അല്ല എന്ന് പറഞ്ഞാൽ തന്നെ ശരീരത്തിൽ നിന്ന് അന്യമായ ഒന്നിനെ ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു. ചോദ്യത്തിൽ തന്നെ കുടുങ്ങിക്കഴിഞ്ഞു. ശരി, മനസ്സിനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സെന്താണെന്ന് അദ്ദേഹം ചോദിക്കും. അതിന് ഞാൻ ഉത്തരം പറഞ്ഞാവണം. മനസ്സിനെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ മനസ്സെന്താണെന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കും. മറുചോദ്യം ഉണ്ടാവും.
അതിന് ഞാൻ ഉത്തരം പറഞ്ഞാവണം. അപ്പൊ മനസ്സെന്താണ്? തന്റെ ഉള്ളിൽ തന്നെ പതുക്കെ 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 മനസ്സിനെ തെരയാൻ തുടങ്ങി. മനസ്സെന്താണെന്ന് മനസ്സുകൊണ്ട് തന്നെ തെരയാൻ തുടങ്ങി. തെരഞ്ഞുകൊണ്ടേ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ മഹർഷി അങ്ങോട്ട് നോക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്പം അന്തർമുഖമായി കഴിഞ്ഞു. ആൻഡ് ഹിസ് ലുക്ക് വാസ് സോ പിയർസിങ്. അവിടുന്ന് നോക്കണ നോട്ടം എന്നെ അങ്ങോട്ട് അകത്തേക്ക് നല്ലവണ്ണം ഒന്ന് തള്ളിവിട്ടു. ഒരു ക്ഷണനേരത്തിലേക്ക് എനിക്ക് ഉള്ളിലൊരു തെളിവുണ്ടായി. മനസ്സെന്ന് പറയണത് വെറും ഒരു ഭ്രമമാണ്. അഖണ്ഡമായൊരു പ്രജ്ഞയേ ഉള്ളൂ, ഒരു ബോധമേ ഉള്ളൂ. മനസ്സില്ല, അവിടെ ശരീരമില്ല, ഞാനെന്നുള്ളൊരു വ്യക്തിയില്ല, അഖണ്ഡമായൊരു ബോധസമുദ്രമേ ഉള്ളൂ എന്ന് കുറച്ചു നേരത്തേക്ക്, ഒരു ക്ഷണനേരത്തേക്ക് അഖണ്ഡമായ ഒരു പ്രജ്ഞ, ഒരു ആനന്ദം, ഒരു അനുഭൂതി, പറയാൻ കഴിയാത്ത ഒരു ആനന്ദം. അപ്പോ കുറേ നേരം കഴിഞ്ഞ് അങ്ങടെ മഹർഷിയെ ശ്രദ്ധിച്ചപ്പോ ഒരു ചെറിയ മന്ദഹാസം, ഒരു ചിരിയോടുകൂടെ മഹർഷി ഇരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, ഐ കെയിം ടു കോൺകർ ഹിം ബട്ട് ഐ വാസ് വാൻക്വിഷ്ഡ്. ഇൻ ദാറ്റ് ഡിഫീറ്റ് വാസ് മൈ വിക്ടറി എന്നാണ്. ഐ കെയിം ടു കോൺകർ ഹിം. ഞാൻ അദ്ദേഹത്തിനെ പിടിച്ചടക്കാനായിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ അമ്പേ തോറ്റുപോയി. പക്ഷെ ആ പരാജയമായിരുന്നു എന്റെ വിജയം. എന്നുവെച്ചാൽ ആ പരാജയത്തോടുകൂടെ എനിക്ക് എന്റെ ഉണ്മയായ സത്തയെക്കുറിച്ചുള്ള ഒരു ദർശനം ഉണ്ടായി. ഞാൻ എന്തല്ലെന്നും ഞാൻ എന്താണെന്നുമുള്ള ഒരു ദൃഷ്ടി, ഒരു തെളിച്ചം എന്റെ ഉള്ളിലുണ്ടായി. ഈ കഥ പറയാൻ കാരണം, നമ്മളുടെ പരാജയത്തിലാണ് നമ്മളുടെ വിജയം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടുമല്ലോ, അതിനാണ് ഈ കഥ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ കഥ പറയണമല്ലോ. അഹങ്കാരം പരാജയപ്പെടുന്ന ക്ഷണത്തിൽ ആത്മാവിന്റെ കൃപാശക്തിയെ നമ്മൾ അപ്പോഴാണ് നമുക്കറിയാ നമ്മൾ വിചാരിക്കണ പോലെ നമ്മൾ സാധാരണക്കാരല്ല. നമ്മളൊക്കെ ഐസ്ബർഗ് പോലെയാണ് എന്ന് പറയും. മനുഷ്യൻ ഐസ്ബർഗ് പോലെയാണെന്ന് രംഗനാഥാനന്ദ സ്വാമിയുടെ ഒരു ഉദാഹരണമാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും, യു ആർ ലൈക്ക് ആൻ ഐസ്ബർഗ്. ഐസ്ബർഗ് എന്ന് വെച്ചാൽ ഈ സമുദ്രത്തില് ചില പുറമേക്ക് ചില ഐലൻഡ് പോലെയൊക്കെ കാണും. പക്ഷെ അടിയിൽ പോയി നോക്കിയാൽ, ചുവട്ടിൽ പോയി നോക്കിയാൽ എവറസ്റ്റിനേക്കാളും ഉയരമുള്ള ഒരു പർവ്വതം അതിനടിയിലുണ്ടാവും, ചുവട്ടിലുണ്ടാവും. അതുപോലെ നമ്മള് കേവലം ഈ ശരീരവും മനസ്സും ഒക്കെ ആയിട്ട് ഒരു വ്യക്തിയായിട്ട് മാത്രം തോന്നണു. ആഴത്തിൽ ഉള്ളിലേക്കൊരു ദൃഷ്ടി ഉണ്ടാവുമ്പോ കാണാം നമ്മുടെ ഉള്ളിൽ ഊനുക്കുൾ ഈശൻ ഒളിന്തിരുന്നാനേ. തിരുമന്ദിരത്തിൽ പറയണു, പെട്ടെന്ന് ഞാൻ കണ്ടു. എന്താ കണ്ടതെന്ന് വെച്ചാൽ ഊനുക്കുൾ ഈശൻ ഒളിന്തിരുന്നാനേ. ഈ മാംസമയമായ ശരീരത്തിന്റെ ഉള്ളിൽ സർവേശ്വരൻ ഒളിഞ്ഞിരിക്കുന്നത് കണ്ടു എന്നാണ്. ഊനുക്കുൾ ഈശൻ ഒളിന്തിരുന്നാനേ. തേ ധ്യാനയോഗാനുഗത അവശ്യൻ ദേവാത്മശക്തിം സ്വഗുണൈ നിഗൂഢാം. ധ്യാനയോഗം കൊണ്ട് ദേവാത്മശക്തിയെ കണ്ടു എന്നാണ്. ഭഗവാന്റെ ആ ശക്തിയെ, കൃപാശക്തിയെ, ഉള്ളിൽ ആത്മാവിന്റെ ശക്തിയെ കണ്ടു അത്ര ഋഷികൾ. ശ്വേതാശ്വതര ഉപനിഷത്തിലെ മന്ത്രാണ്. അപ്പോ എപ്പോഴാണോ നമ്മൾ അന്തർമുഖമാവണത്, നമ്മളെ തന്നെ നമ്മൾ ഉദ്ധരിക്കാൻ തയ്യാറാവണത്, അപ്പൊ നമ്മൾക്ക് തന്നെ നമ്മൾ ബന്ധുവായിട്ട് തീരും. അടുത്ത ശ്ലോകം നോക്കൂ. ബന്ധുരാത്മാത്മനസ്തസ്യ ഏനാത്മൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ബന്ധുഃ ആത്മാ ആത്മനഃ തസ്യ യേന ആത്മൈവ ആത്മനാ ജിതഃ അനാത്മനഃ തു ശത്രുത്വേ വർത്തേത ആത്മൈവ ശത്രുവത്. നമ്മൾ പറഞ്ഞ കാര്യമാണ് അവിടെ. ആര് അവനവനെ തന്നെ അവനവന്റെ ജ്ഞാനം കൊണ്ട് ജയിക്കുന്നു, ചുരുക്കത്തിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അഹങ്കാരത്തിനെയും ഒക്കെ ആര് പരാജയപ്പെടുത്തുന്നുവോ അവനവന് ബന്ധുവായിട്ട് തീരും. നമ്മളുടെ ലോക ജീവിതം മുഴുവൻ എന്താ? ഇന്ദ്രിയങ്ങൾക്ക് സുഖം കൊടുക്കണതിലും മനസ്സിന് സുഖം കൊടുക്കണതിലും അഹങ്കാരത്തിന് സുഖം കൊടുക്കണതിലും. ഈച്ച് ആൻഡ് എവറി പ്ലഷർ ഗിവ്സ് ടോണിക് ടു ദ ഈഗോ.
അതുകൊണ്ടാണ് നമ്മളുടെ അഹങ്കാരത്തിന് സുഖം വേണം, ദുഃഖം വേണ്ട. സുഖം കിട്ടുമ്പോ അഹങ്കാരത്തിന് ബലം വെക്കും. നമ്മൾ വിചാരിക്കണത് എന്താ? നമ്മൾക്കാണ് ബലം ഉണ്ടായത് എന്നാ വിചാരിക്കണത്. ബലം ഉണ്ടായത് നമ്മളുടെ ശത്രുവിനാണ്. ഒരു ഉദാഹരണം, ദൃഷ്ടാന്തം വിദ്യാരണ്യ സ്വാമികൾ പറഞ്ഞാണെന്ന് തോന്നുന്നു. ബ്രാഹ്മണ ശരീരത്തിൽ ഒരു ചണ്ടാളന്റെ പ്രേതം കൂടിയത്രേ. എന്നിട്ട് ആ പ്രേതം എനിക്ക് കള്ളുകുടിക്കണം എന്ന് പറഞ്ഞ് നിലവിളിക്കും അത്രേ. കള്ളു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രേതം തൽക്കാലത്തേക്ക് സന്തോഷമാവും. അപ്പൊ ആളുകൾ പറഞ്ഞു, ഈ ബ്രാഹ്മണൻ കള്ളുകുടിച്ച് സന്തോഷിക്കണമല്ലോ, സന്തോഷിക്കണത് ബ്രാഹ്മണനല്ല, അയാളുടെ ഉള്ളിൽ കയറിക്കൂടിയിരിക്കുന്ന ഈ പ്രേതാണ്. അതുപോലെ ഒരു പ്രേതാണ് നമ്മളുടെ ഉള്ളിൽ കയറിക്കൂടിയിരിക്കണത്, ഈ അഹങ്കാരം. അതിന് സുഖം കിട്ടുന്തോറും അത് സംതൃപ്തമാവും. നമ്മള് അതിന് ടോണിക്ക് കൊടുത്ത് വളർത്തുകയാണ്. ലോകത്തിലുള്ള വിഷയങ്ങളൊക്കെ കൊടുത്ത് അതിന് ബലം വെക്കുകയാണ്. ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ അതിനെ ബലപ്പെടുത്തുന്നു, മാനസികമായ വിഷയങ്ങളൊക്കെ അതിനെ ബലപ്പെടുത്തുന്നു. ശരീരത്തിന്റെ കർമ്മം കൊണ്ടും മനസ്സിന്റെ രാഗദ്വേഷങ്ങൾ കൊണ്ടും കാരണശരീരത്തിന്റെ ഉറക്കം കൊണ്ടും ഒക്കെ പ്രയോജനപ്പെടുന്നത് ആത്മാവിനല്ല. ആത്മാവിന് ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല. ഇതൊക്കെ ഭുജിക്കുന്നത് അഹന്തയാണ്. ഈ അഹന്തയുടെ ആഗ്രഹങ്ങളെ വിപരീതീകരണം ചെയ്യാണ് നമ്മൾ. എന്നുവെച്ചാൽ പതുക്കെ അതിനെത്തിരി ശോഷിപ്പിക്കാം. റോയൽ റോഡ് അതാണ്, രാജമാർഗം അതാണ്. എന്താന്ന് വെച്ചാൽ പതുക്കെ എന്തൊക്കെ നമുക്ക് വേണോ, ഇഷ്ടമുണ്ടോ അതൊക്കെ ഉപേക്ഷിച്ച് പഠിക്കാം. തപസ് അവിടെയാണ്. ഉപേക്ഷിക്കുമ്പോ ഇന്ദ്രിയങ്ങൾ വിഷമിക്കും, മനസ്സ് വിഷമിക്കും, ശരീരം വിഷമിക്കും. പക്ഷെ ഉള്ളിൽ നിന്നൊരു ശാന്തി വരും, ഒരു ഉണർവ് വരും, ഒരു ഊർജം വരും. തപസ് എപ്പോഴും വിപരീതാണല്ലോ. നമ്മൾക്ക് ആളുകൾ ബഹുമാനിക്കുമ്പോൾ ഒരു ഇഷ്ടമുണ്ട്, അപമാനിക്കുമ്പോൾ ദുഃഖമുണ്ട്. അതുകൊണ്ട് അപമാനം ഏറ്റുവാങ്ങാനാണ്. വിവേകാനന്ദ സ്വാമിയുടെ അടുത്ത് പറയുന്നു, ഗോ വെയർ പീപ്പിൾ ഹേറ്റ് യു, ലെറ്റ് ദം ബ്ലോട്ട് ദ ഈഗോ ഔട്ട് ഓഫ് യു. റിസീവ് ഓൾ ബ്ലോസ്. നമ്മൾ ജീവിതത്തിൽ ദുഃഖമൊക്കെ വരുമ്പോ സഹിച്ചോളാണ്, വിഷമങ്ങളൊക്കെ വരുമ്പോ സഹിച്ചോളാം. ആർക്കാ ഈ ദുഃഖമൊക്കെ വരണത്? ഒരു ചോദ്യം ചോദിക്കുക, ആരാ ഈ ദുഃഖമൊക്കെ അനുഭവിക്കണത്? ഞാനെന്ന് വെച്ചാലോ അഹങ്കാരം. അനുഭവിക്കട്ടെ, അതിന് വിഷം കൊടുക്കുക. ഇത്തിരി അഹങ്കാരത്തിനെതിരെ വിഷം കൊടുക്കാം. ദുഃഖത്തിനെയൊക്കെ സ്വീകരിക്കും തോറും നമ്മൾക്ക് ഹിതണ്ടാവും. വിഷമഘട്ടത്തിൽ പോയി താമസിക്കുകയാണ്, നമുക്കെല്ലാം വിപരീതമാണ് സിറ്റുവേഷൻ, ഒന്നും അനുകൂലമല്ലെങ്കിൽ വളരെ സന്തോഷം. ആധ്യാത്മികമായി ശനിദശ പോലെ ഒരു നല്ല കാലമില്ല. നല്ല ശനിദശ പോലെ ഒരു നല്ല കാലം. പണമില്ല, ബുദ്ധിമുട്ട്. മകൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ നടക്കണില്ല, ചെക്കനാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കണില്ല, കുടുംബത്തിൽ ബുദ്ധിമുട്ട്, വ്യാധി, വിഷമം, സമൂഹത്തിലുള്ള ഒരു കുറ്റം പറയണു. ഇങ്ങനെയൊക്കെ ആവുമ്പോ ഭാഗവതത്തിൽ പറയണു, തഥാനുമേയോ ഭഗവത് പ്രസാദ. വൃത്രൻ പറയണു, ഭഗവാന്റെ പരമ അനുഗ്രഹം എന്നാണ്. ഒക്കെ നെഗറ്റീവാണ്, എവിടെ പോയാലും നെഗറ്റീവാണെങ്കിൽ വളരെ സന്തോഷം. ഈശ്വരൻ പ്രസാദിച്ചിരിക്കണം. എന്ത് വേണം? അറിയണം, വിവേകം വേണം. വിവേകം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ആരാ അനുഭവിക്കണത്? അഹങ്കാരമാണ്. അനുഭവിക്കട്ടെ. സുഖമൊക്കെ വന്നപ്പോ ഒക്കെ സ്വീകരിച്ചുവല്ലോ. നമ്മുടെ ഭഗവാന്റെ അടുത്ത് ടോക്സിലോ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ടാ ഇത്രയധികം വിഷമം വരണത്? ഭഗവാൻ കാരുണ്യമൂർത്തിയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വിഷമം വരണു? ഒരാൾ ചോദിക്കണു. അപ്പൊ ഭഗവാൻ പറയണു, ഈ ചോദ്യം നീ സുഖം വരുമ്പോ ചോദിക്കാന്ന്. ആരും ചോദിക്കണില്ലല്ലോ. ഒരാളെങ്കിലും ഒരു സുഖം വരുമ്പോ ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട്, എന്താ കുറെ ദിവസമായിട്ടൊക്കെ നല്ലതായിട്ടിരിക്കണം, ഇത് എന്ത് ദശയാ, അതിന് വല്ല പരിഹാരം ഉണ്ടോന്ന് ഒരാളും ചോദിക്കണില്ല. ആ സുഖം വരുമ്പോഴാണ് നമ്മൾ പതിച്ചു പോണതും വീണു പോണതും ഒക്കെ. പല ആളുകളും ഇത് കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. പലരും പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ പ്രത്യേക വിഷമഘട്ടം, ആ ഘട്ടത്തിൽ പോകുമ്പോ അവർക്ക് വല്ലാത്ത വിഷമം. ആ സമയത്ത് ഉണ്ടായിരുന്ന സർഫസില് ദുഃഖം, ഡെപ്തിൽ ആഴത്തിൽ എവിടെയോ ഒരു ആനന്ദം. അപ്പോഴാണ് ഒരു ഭക്തി, ഒരു തപസ്, ജപം, ഭഗവാനെ വിളിക്കല്, ധ്യാനം ഒക്കെ അപ്പോഴാണ് ഉണ്ടായത്. അവർക്ക് ആ ദുഃഖം ഒക്കെ കടന്നിട്ട് സുഖത്തിലേക്ക് വന്ന ഉടനെ അവര് തന്നെ പറയണു, ഒക്കെ പോയി, ഒന്നും നടക്കണില്ല.
പലരും പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. അത് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, ശരിയാണ്, ആ സമയത്തുണ്ടായിരുന്നതൊക്കെ പോയി, ഞാനിപ്പോ വീണുപോയി, പതിച്ചുപോയി. അപ്പൊ എല്ലാം അതാണ് ഭഗവാൻ ഭാഗവതത്തിൽ 3-4 ഘട്ടത്തിൽ പറയുന്നു, ഞാൻ ആരെങ്കിലും അനുഗ്രഹിക്കണമെങ്കിൽ അവർക്ക് ദുഃഖം കൊടുക്കും, വിഷമം കൊടുക്കും, ദാരിദ്ര്യവും കൊടുക്കും എന്നൊക്കെ. അപ്പൊ അതുകൊണ്ടൊക്കെ വിഷമം വരണത് ആർക്കാ? ശരീരത്തിന് വിഷമുണ്ട്, അതെ, നല്ലതാണ്. മനസ്സിന് വിഷമുണ്ട്, നല്ലതാണ്. ഇന്ദ്രിയങ്ങൾക്ക് വിഷമുണ്ട്, നല്ലതാണ്. ബുദ്ധിക്ക് വിഷമുണ്ട്, നല്ലതാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അനുകൂല സാഹചര്യം പോലെ ആധ്യാത്മികമായിട്ട് പ്രതികൂലമായത് വേറൊന്നുമില്ല. ഏറ്റവും പ്രതികൂലമായ സാഹചര്യമാണ് ആധ്യാത്മികമായിട്ട് ഏറ്റവും നല്ലത്. ഏറ്റവും പ്രതികൂലമാണ്. എല്ലാവിധത്തിലും വിഷമുണ്ടെങ്കിൽ ഭഗവത്ഗീത കേൾക്കാൻ പോണു എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിലവിളി ഉണ്ടാക്കണം ഭർത്താവോ ഭാര്യയോ ഒക്കെ ആയിരിക്കണം. അപ്പോഴാണ് നമ്മളുടെ ഭക്തിക്ക് ആഴം ഉണ്ടാവുക. സത്സംഗത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോവാൻ പാടില്ല, നോക്കട്ടെ നീ ഇങ്ങനെ പോവോ നോക്കട്ടെ എന്ന് പറയണം. മുറിയിലിട്ട് പൂട്ടിയിടണം. ഈ കൊണ്ടുവന്ന് ഉമ്മർത്ത് ഇറക്കി വിടുന്ന ഭർത്താക്കന്മാരൊന്നും പ്രയോജനപ്പെടില്ല. നേരെ വിപരീതമാണെങ്കിൽ നമുക്ക് അനുകൂലമാവും. എന്നുവെച്ചാൽ പറയണത് അനുകൂലവും അനുകൂലമാവാം. ഇവർക്ക് അത്ര കണ്ട് വേഗവും ആഴം ഉണ്ടെങ്കിൽ ആവാം. പക്ഷെ പ്രതികൂലം എന്ന് നമ്മൾ വിചാരിക്കുന്നത് പ്രതികൂലമല്ല എന്ന് മനസ്സിലാക്കാനാണ് അത് പറയണത്. പ്രതികൂലമെന്ന് നമ്മൾ പറയണത് ഒരിക്കലും പ്രതികൂലമല്ല. തഥാനുമേയോ ഭഗവത് പ്രസാദ. അപ്പൊ ഭഗവത് കൃപ വരണു എന്ന് ഊഹിച്ചോളുക എന്ന്. ആത്മൈവ ആത്മനാജിത. നമ്മളായിട്ട് തപസ് ചെയ്യില്ല. പക്ഷെ ഇതൊക്കെ വരുമ്പോ ഇന്ദ്രിയ നിഗ്രഹത്തിന് വളരെ അനുകൂലം ഉണ്ടാവും. നമ്മൾക്ക് പല വിഷയങ്ങളും നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു സന്ദർഭം കിട്ടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, അയ്യോ എന്റെ ഇന്ദ്രിയ സുഖങ്ങളൊക്കെ പോയല്ലോ എന്ന് ധരിക്കണതിന് പകരം ഭഗവാൻ എനിക്കൊരു ചാൻസ് തന്നു ഇതിന് രക്ഷപ്പെടാനായിട്ട്. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വളരെ നല്ലത്, ഞാനായിട്ട് ഇപ്പൊ ഏകാദശി ഒന്നും നോക്കാൻ പോണില്ല. ഏകാദശി നോറ്റ് ഇല്ലം മുടിഞ്ഞു എന്നൊരു ചൊല്ലുണ്ട്. എന്താന്ന് വെച്ചാൽ ധാരാളം അന്നാണ് ചപ്പാത്തിയും പഴവും പാലും ഒക്കെ ആയിട്ട് കഴിച്ചിട്ട്. അപ്പൊ നമ്മളുടെ ഏകാദശിയൊക്കെ അങ്ങനെയാണ്. അപ്പൊ വിഷമാണ് വന്ന് ഊണ് കിട്ടിയിട്ടില്ലെങ്കിൽ നല്ലത്, ഇന്നെങ്കിലും വയറ് ഒഴിഞ്ഞു കിടന്നിട്ട് ഭഗവത് സ്മരണം ചെയ്യാലോ. ധനത്തിന് വിഷമം വന്നു നല്ലത്, ഞാനായിട്ട് അപരിഗ്രഹ ധർമ്മമൊന്നും ചെയ്യാൻ പോണില്ല. ഇപ്പൊ കുറെ പണത്തിന് വിഷമം വന്നുവല്ലോ, കിട്ടിയത് വെച്ചുകൊണ്ട് ജീവിച്ച് ഒരു തപസ്വിയെ പോലെ കുറച്ച് കാലെങ്കിലും ഇരിക്കാം. ഈ പണം വന്ന് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ രസം. അത് ചിലപ്പോ വീഴും. ഈ ശങ്കരാചാര്യര് പോയി ഒരു വീട്ടിൽ ചോദിച്ചു, നെല്ലിക്ക ചോദിച്ചു, മോളിന്ന് എങ്ങനെ വീണു എന്നൊക്കെ പറയല്ലേ. കൂര പൊളിഞ്ഞ് സ്വർണ്ണ കോയിൻ. ചിലർ ഈ കൂരയെ നോക്കിക്കൊണ്ട് അംഗം ഹരേഹേ പുളകഭൂഷണമാശ്രയന്തി, അത് ശങ്കരാചാര്യർ പറഞ്ഞതുകൊണ്ട് പല്ലി വീണു ഒരാളുടെ തലയിൽ. വേറൊന്നും വേണ്ട, സ്വർണ്ണ കോയിനൊന്നും വീഴില്ല. എന്താന്ന് വെച്ചാൽ ഇയാള് സ്വർണത്തിനെ വിചാരിച്ചോണ്ടിരിക്കുക, എങ്ങനെ വീഴും? പല്ലിയോ എലിയോ ഒക്കെ വീഴും. പണം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ അതിൻ്റെതായ സ്വഭാവമുണ്ട്. നമുക്ക് കാണാം, ഇതൊക്കെ ഒരു എന്തോ ഒരു നിയമത്തിനനുസരിച്ച് വരികയും പോവുകയും ഒക്കെ ചെയ്യും. പക്ഷെ അത് പോണ സമയത്ത്, അതില്ലാത്ത സമയത്ത് എന്തൊക്കെ വിഷമമുണ്ടോ, അയ്യോ പോയില്ലോ വിഷമാണ്, ആ സമയത്ത് പോയി അതിനു വേണ്ടിയിട്ട് എന്ത് പൂജ ചെയ്യണം, അത് ചെയ്യണം, അതിൽ കുറെ പണം ചെലവാക്കണ്ട. അങ്ങനെ വരുമ്പോ അത് ഭഗവത് പ്രസാദാണ്. ഭഗവാൻ ഒരു സന്ദർഭം തന്നിരിക്കണം. ഭഗവാൻ ഇപ്പൊ എന്നെ തപസ് ചെയ്യാനോ ഭഗവത് ആരാധന ചെയ്യാനോ ആ ഒരു ധർമ്മത്തിലിരിക്കാനോ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. വിഷമം വന്നിരിക്കുന്നു, പല വിധത്തിലുള്ള വിഷമം വരുമ്പോ നോക്കാലോ എത്ര കണ്ട് എനിക്ക് ഡിറ്റാച്ച്മെന്റ് അസംഗം ഉണ്ടെന്ന് നോക്കാലോ. ശരീരത്തിന് വിഷമം വന്നിരിക്കുന്നു. ചിലർക്ക് ചോദിക്കുന്നുണ്ട്, ശരീരത്തിന് വിഷമം വരുമ്പോ ദേഹം ഞാനല്ല എന്നുള്ളതൊന്നും പ്രയോജനപ്പെടുന്നില്ല എന്ന്. പ്രയോജനപ്പെടില്ല. എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഹാബിറ്റ് ശരീരത്തിന്റെ വിഷമത്തില് വീണു പോവാനാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പ്രയോജനപ്പെടും. പെട്ടെന്നൊന്നും പറഞ്ഞു നമ്മളിപ്പോ പെട്ടെന്ന് നടക്കില്ല. കുറച്ചു നേരത്തേക്ക് നമ്മളുടെ ഹാബിറ്റ് കൊണ്ട് കുറച്ച് നിലവിളിക്കും കരയും ഒക്കെ ചെയ്യും. പതുക്കെ അങ്ങോട്ട് നമ്മളുടെ ബുദ്ധി അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ശരീരത്തിന് ഇപ്പൊ എത്രയോ പേര് സാധിച്ചിരിക്കണം. എനിക്ക് അറിയണ കുറെ പേര് അവർക്ക് സത്സംഗത്തിലൊക്കെ ഇരുന്ന ശേഷം പിന്നെ ചില വ്യാധിയോ വിഷമങ്ങളൊക്കെ വന്നിട്ട് ഒരു ഘട്ടം കഴിഞ്ഞ് അവരങ്ങോട്ട് നല്ലവണ്ണം തീരുമാനിച്ച് ആട്ടെ ശരീരം എന്താണെന്ന് വേണമെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞ് സന്തോഷമായി അവരുടെ കൂടെ ഇരിക്കണവരെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ അവർക്കൊരു ധൈര്യം, അതിനെ തന്നെ ഒരു തപസ്സാക്കി എടുക്കുകയാണ്.
ശരീരത്തിന് വിഷമമൊക്കെ വരുമ്പോ ശരീരം ഞാനല്ല എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ്. അപ്പോ പെട്ടെന്ന് നമുക്ക് ആ സമാധി സിദ്ധി ഉണ്ടാവും, സ്വാനുഭവ സിദ്ധി ഉണ്ടാവും. അല്ല ശരീരത്തില് രണ്ടാള് കാലില് മസാജ് ചെയ്ത് തരാനും കയ്യിൽ മസാജ് ചെയ്ത് തരാനും ഒക്കെ ഉള്ളപ്പോ ഒക്കെ ശിവോഹം ശിവോഹം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഒന്നും വരില്ല. എന്തൊക്കെ പറഞ്ഞാലും പിന്നെയും ദേഹത്തിൽ വരും, നിവൃത്തിയില്ല, തലയിലെഴുത്താസം. വിപരീത സ്ഥലം സമയം സന്ദർഭം വരുമ്പോ തദ്ഹേഷ അസ്യ പരമം തപഃ യദ് വ്യാഹിതസ്തപതി. ശ്രുതി തന്നെ പറയണ്ട്, ഉപനിഷത്ത് തന്നെ പറയണ്ട്, ജ്ഞാനമുള്ളവന് വ്യാധികളും മറ്റ് കഷ്ടങ്ങളും ഒക്കെ വരുമ്പോ അവൻ തപസ് ചെയ്യുമെന്നാണ്. ആ സന്ദർഭത്തിനെ അവൻ ഉപയോഗിക്കും, അവനവനെ തന്നെ ജയിക്കാനായിട്ട് അവൻ ഉപയോഗിക്കും, ഇന്ദ്രിയങ്ങളെ ജയിക്കാനായിട്ട് അവൻ ഉപയോഗിക്കും, ശരീരത്തിനെ ജയിക്കാനായിട്ട് അവൻ ഉപയോഗിക്കും, മനസ്സിനെ ജയിക്കാനായിട്ട് അവൻ ഉപയോഗിക്കും. ഇതിനെയൊക്കെ ജയിക്കുന്നതിലാണ് നമ്മൾക്ക് പാരമാർത്ഥികമായ ലാഭമുള്ളത്, അല്ലാതെ ഇതിനൊക്കെ താലോലിക്കുന്നതിലല്ല. ലോകത്തിൽ മുഴുവൻ എന്താ, ഇതിനെ താലോലിക്കണതാണ്. നമുക്ക് കുട്ടിക്കാലം മുതൽക്ക് സമൂഹവും അറിവുള്ളവരല്ല, അവരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്താ, താലോലിക്കാനാണ്, ഇന്ദ്രിയങ്ങളെയൊക്കെ താലോലിക്കാനാണ്. ശരീരത്തിന് സുഖം തരാനും മനസ്സിന് സുഖം തരാനും നാവിന് സുഖം തരാനും, അല്ലേ? ഇതൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മള് ഒരു മാതിരി ബുദ്ധി വന്ന് ഗീതയും ഭാഗവതവും ഒക്കെ പറഞ്ഞോ ഇതൊക്കെ നമുക്ക് പ്രതികൂലമാണെന്ന് അറിഞ്ഞാലും അപ്പോഴേക്കും നമ്മൾ പലതിനും അടിമപ്പെട്ടു കഴിഞ്ഞു. ഇതിന്ന് പുറത്തു വരാൻ ഇനി എന്താ വഴി? കഴിയണമെന്ന് ശ്രമിക്കുക. പരാജയപ്പെട്ടാൽ കുഴപ്പമില്ല, പരാജയപ്പെട്ടാൽ പതുക്കെ പ്രകൃതി ചില സന്ദർഭങ്ങളൊക്കെ കൊണ്ടു തരുമ്പോ അതിനെയൊക്കെ ഉപയോഗിച്ചോളാം. ഉപയോഗിച്ച് ആത്മൈവ ഹ്യാത്മനാജിത. അങ്ങനെ തന്റെ തന്നെ ഉപാധിയെ അറിവുകൊണ്ട് ജയിക്കുന്നവൻ, അതിന്റെ മേലെ തന്റെ ആധിപത്യം സ്ഥാപിക്കുന്നവൻ അവനവന് ബന്ധുവായിട്ട് തീരും. അനാത്മനസ്തു, അതായത് അനാത്മവസ്തുക്കൾ, ആത്മാവല്ലാത്ത ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരങ്ങളെയൊക്കെ താലോലിച്ചും കൊണ്ട് അതിനുവേണ്ട സുഖവസ്തുക്കളൊക്കെ കൊടുത്തും കൊണ്ട് അതിൽ തന്നെ പറ്റിക്കൂടി കിടക്കുന്നവൻ ശത്രുത്വേ വർത്തേത ആത്മൈവ ശത്രുവത്. തനിക്ക് തന്നെ അവൻ ആത്മഹ എന്നാണ്. അവൻ ഹി കമ്മിറ്റ്സ് സ്പിരിച്വൽ സൂയിസൈഡ്. അവൻ ആത്മഹാവാണ്. അവനവന്റെ തന്നെ പാരമാർത്ഥികമായി ഹിതത്തിന് കടക്കൽ മഴുവെക്കണവനാണ്. അവനവനെ തന്നെ ദ്രോഹിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഒരു സന്ദർഭം കിട്ടിയിട്ട് ഉപയോഗിച്ചില്ല എന്നർത്ഥം. അവൻ അനാത്മവസ്തുക്കളിലേക്ക് വീണ്ടും വീണ്ടും വീണു പോവുകയാണെങ്കിൽ അവനവനെ തന്നെ അവനൊന്നും ദ്രോഹം ചെയ്യാണ്. അപ്പോ ശരീരത്തിനും മനസ്സിനും ബുദ്ധിയോടും ഒക്കെയുള്ള ഉപാധിയോടുള്ള സംബന്ധത്തിനെ വിടുന്നതാണ് നമുക്ക് ഹിതം. അതിലാണ് സൗന്ദര്യം, അതിലാണ് സുഖം, അതിലാണ് ആനന്ദം. കൊച്ചുകുട്ടികളെ കണ്ടാൽ ഇത്രയധികം ഒരു അഴക് തോന്നാൻ കാരണം, ഒരു സൗന്ദര്യം തോന്നാൻ കാരണം അത് ശരീരത്തിന്റെ സൗന്ദര്യമല്ല, ശരീര സംബന്ധമില്ലായ്മയുടെ സൗന്ദര്യമാണ്. തപസ് എന്ന് പറയുന്നത് ശരീരത്തിനോടുള്ള ബന്ധവിച്ഛേദമാണ്, മനസ്സിനോടുള്ള ബന്ധവിച്ഛേദമാണ്. പതുക്കെ നമ്മളെ അറിയണതാണ് തപസ്. ആത്മജ്ഞാനമാണ് തപസ്. ആ ആത്മജ്ഞാനത്തിനെ, ആ ജ്ഞാനദൃഷ്ടിയെ ജീവിതത്തിൽ ഓരോ കോണിലേക്കും പതുക്കെ ഫോക്കസ് ചെയ്യണതാണ് തപസ്. അങ്ങനെ ആ ഫോക്കസ് കൊണ്ടുവരികയാണെങ്കിൽ ആത്മൈവ ഹ്യാത്മന ജിത, താൻ തന്നെ ജയിക്കുകയാണ്. വളരെ ഗംഭീരന്മാരായ ആളുകളുണ്ട് ഇവിടെ. നമ്മൾ ഈ മഠാധിപതികളും സ്വാമിമാരും അവരെ മാത്രം നോക്കണ്ട. 2 കയ്യുമില്ല, 2 കാലുമില്ല, ജ്ഞാനത്തിൽ ഗംഭീരമായ നിഷ്ഠ. ഒരു മുറി വിട്ട് പുറത്തു പോകാൻ പറ്റില്ല, ആനന്ദമായിട്ടിരിക്കണം. അങ്ങനെ ഒരു അമ്മയെ കണ്ടു. അവര് കാണണം എന്ന് പറഞ്ഞയച്ചു. അവിടെ പോകുമ്പോ ഇങ്ങനെയുള്ള ആളുകളാണെന്ന് എനിക്കറിയില്ല. അവര് അതിനകത്ത് CD-യും കാസറ്റോ എന്തൊക്കെയോ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, പ്രഭാഷണമൊക്കെ. അവര് കാണണം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലൊരു കുറച്ച് തള്ളിയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് കണ്ടപ്പോ എനിക്ക് വളരെ ആശ്ചര്യം തോന്നി. 17 വയസ്സില്
അങ്ങനെ ആയതാണ്. കയ്യുമില്ല, കാലുമില്ല, നടക്കാൻ വയ്യ. തേജോമയമായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം, ഒരു കുഴപ്പമില്ല. അമ്മ പറയണത് അപ്പൊ തന്നെ എനിക്ക് ഭഗവാൻ ബോധിപ്പിച്ചു തന്നു, ഈ ശരീരം ഞാനല്ല. ഏറ്റവും വിപരീതമായ പ്രതികൂലമായ സാഹചര്യം അവർക്ക് വളരെ അനുകൂലമായ. അവർ പറഞ്ഞു, ഇനി എന്റെ ലോകം ഈ മുറിയാണ്, ഇതൊന്നും പുറത്തു പോകാൻ പറ്റില്ല, ഞാൻ ഇതിനകത്ത് ആനന്ദമായിട്ടിരിക്കണം, എനിക്ക് വേറെ വികല്പങ്ങളൊന്നുമില്ലല്ലോ, അവിടെ പോണമോ ഇവിടെ പോണമോ ഒന്നുമില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ നോക്കുക, ആ പ്രതികൂല സാഹചര്യത്തിലുള്ള ആളുകൾക്ക് നമ്മളുടെ ഗാഡ്ജറ്റ്സും നമ്മളുടെ സാധനങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ അംബീഷൻ എക്സ്പെക്ടേഷനും ഒക്കെ എന്തിനു കൊള്ളും? ദുഃഖിപ്പിക്കാനേ കൊള്ളുള്ളൂ. ഒക്കെ നമ്മൾ കുറച്ച് യൗവനത്തിലും ശരീരത്തിന് ആരോഗ്യമുള്ളപ്പോഴും ഇതൊക്കെ ജോളിയായിട്ടിരിക്കണം, എൻജോയ് ലൈഫ് എന്നൊക്കെ പറയാൻ കൊള്ളാം. പ്രകൃതി യത്തേ രുദ്രതേ വാമം മുഖം, ഭഗവാന്റെ വാമമുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. ദക്ഷിണം മുഖം കണ്ടാ വേണ്ടില്ല, രണ്ടും പ്രകൃതിയിലുണ്ട്. രുദ്രയത്തെ ദക്ഷിണം മുഖം തേനമാം പാഹി നിത്യം. വളരെ മൃദുവായൊരു സൈഡ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഭഗവാനെ ആ സൈഡ് മാത്രം കണ്ടുകൊണ്ട് കല്യാണമൊക്കെ കഴിച്ചു കൊടുത്ത് ഭഗവാനെ സമാധാനിപ്പിച്ച് വെക്കണത്. മറ്റേ ഭാഗം കാണാതെ നിവൃത്തിയിലാഖ്യാഹിമേ കോഭവാൻ ഉഗ്രരൂപ നമോസ്തുതേ ദേവപര പ്രസീത. അത് കാണുമ്പോ അത് കണ്ട് ഭയപ്പെടാൻ പാടില്ല. നരസിംഹസ്വാമിയെ കണ്ട് പ്രഹ്ലാദം പേടിച്ചില്ലല്ലോ, അതുപോലെ അതിന് പുറകിലുള്ള ആളെ അറിയുമെങ്കിൽ അതും ഭയപ്പെടാനൊന്നുമില്ല. അങ്ങനെ ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മനഃ ബന്ധുരാത്മാത്മനസ്തസ്യ ഏനാത്മൈവ ആത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേത ആത്മൈവ ശത്രുവത്. അപ്പോ നമ്മൾക്ക് നമ്മൾ ശത്രുവാണോ നമ്മൾക്ക് നമ്മൾ ബന്ധുവാണോ എന്നുള്ളത് ഓരോ സിറ്റുവേഷനിലും മാറിക്കൊണ്ടേയിരിക്കും. നമ്മളെ തന്നെ നമ്മൾ നോക്കണം. അടുത്ത ശ്ലോകം. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണഃ സുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു തഥാ മാന അപമാനയോ. നമ്മൾ പറഞ്ഞ കാര്യം ഭഗവാൻ ഇവിടെ പറയാണ്. ആരാണോ തന്നെ തന്നെ ജയിച്ചിരിക്കുന്നത്, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ ജയിച്ചാൽ ആളുകൾ പറയും, അയ്യോ പാവം ഈ വയസ്സിൽ തന്നെ എന്തിനതൊക്കെ ഇരിക്കും. അവർ കാരണം എന്താ? അവര് ധരിക്കണത് ആകെപ്പാടെ ഒരു സുഖമുള്ളത് ഇതൊക്കെയാണ്. ഇതൊക്കെ ഇയാൾ വിട്ടുകഴിഞ്ഞാൽ എന്ത് പ്രയോജനം? പരമാത്മാ സമാഹിത. ആഴത്തിൽ ഒരു പരമാനന്ദം അയാളുടെ ഉള്ളിൽ പ്രകാശിക്കണത് പുറമേയുള്ള ദൃഷ്ടിക്ക് കാണാൻ വയ്യ. ശീത ഉഷ്ണ സുഖ ദുഃഖേഷു, സുഖമാവട്ടെ ദുഃഖമാവട്ടെ ശീതമാവട്ടെ ഉഷ്ണമാവട്ടെ ഇതിലൊന്നും ദൃഷ്ടി പോവാതെ ആഴത്തിലൊരു നിധിയെ കൈക്കലാക്കിയിരിക്കുന്നവനാണ് അവൻ. തഥാ മാന അപമാനയോ, അയാൾക്ക് അപമാനവും ബഹുമാനവും ഒക്കെ ഒരേപോലെയാണ്. സാധുഭി പൂജ്യമാനേപി പീഡ്യമാനേപി ദുർജനൈഹി സമഭാവോ ഭവേദ്യസ്യ സജീവൻ മുക്ത ലക്ഷണ. പൂജിക്കുന്നതും അപമാനിക്കുന്നതും ഒക്കെ ഒരേപോലെയാണെന്നാണ്. രമണ മഹർഷിയെ ആശ്രമത്തിൽ മോഷ്ടിക്കാൻ വന്ന കള്ളന്മാര് കാലിൽ തല്ലി നീരൊക്കെ വന്നു. അടുത്ത ദിവസം മഹർഷിയുടെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങളൊക്കെ ഒരു വിധത്തിൽ പൂജിക്കണു, അവര് അവരുടെ വിധത്തിൽ പൂജിച്ചിട്ട് പോയിരിക്കും. സ്വകർമ്മണ തമഭ്യർച്ച്യ, അവരുടെ പൂജയാണത്. എല്ലാത്തിലും പ്രശാന്തസ്യ, ശാന്തി, പ്രശാന്തനാണ്. ഭാഗവതത്തിൽ ഈ വിശേഷണം ഒരാൾക്ക് കൊടുക്കണുണ്ട്. ആർക്കാന്ന് വെച്ചാൽ പരമദാരിദ്ര്യത്തിലിരിക്കുന്ന കുചേലന്. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്തഃ ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. ദാരിദ്ര്യത്തിൽ എങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞു? ജിതേന്ദ്രിയ. ഇന്ദ്രിയങ്ങൾക്ക് പലതും വേണം തോന്നുമ്പോഴാണല്ലോ ദാരിദ്ര്യം വിഷമാവണത്.
ഇന്ദ്രിയങ്ങള് വശത്തിലാണെങ്കിൽ ദാരിദ്ര്യവും അയാളെ ബാധിച്ചില്ല അത്രേ. ജിതേന്ദ്രിയ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു? ആളുകൾക്ക് വലിയ മണിമാളിക കെട്ടിയിട്ട് ശാന്തിയില്ല, ഏറ്റവും അധികം ശമ്പളം വാങ്ങിയിട്ട് ശാന്തിയില്ല, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധരായി എല്ലാരാലും സ്തുതിക്കപ്പെടുന്നു, എന്നിട്ട് ശാന്തിയില്ല. അപ്പൊ ഇതൊന്നും ഉള്ളിലുള്ള ആൾക്ക് ദാഹം തീരണില്ല എന്നർത്ഥം. ശാന്തി വരണില്ല. നേരെ മറിച്ച് ഇത്രയധികം ദാരിദ്ര്യത്തിലിരിക്കുന്ന ഒരാളെ പറയണു ബ്രഹ്മവിത്തമഃ പ്രശാന്താത്മാ ജിതേന്ദ്രിയ. നമ്മളുടെ ഈ പുറമേക്കുള്ള നേട്ടങ്ങളൊക്കെ തന്നെ കോട്ടങ്ങളായിട്ട് തീരുകയാണ്. വളരെയധികം അറിയപ്പെടുന്ന ഒരാള്, പ്രസിദ്ധനായ ഒരാള്, ഞങ്ങളുടെ അവിടെ ഗവൺമെന്റ് കെട്ടിയിട്ട പാട്ട് കച്ചേരി നടത്തേണ്ട സ്ഥലത്തിൽ വന്ന് ലാപ്പാടി എന്ന് പേര്, അവിടെ വന്നിട്ട് തൂങ്ങി മരിച്ചു. എല്ലാരും കാണുന്നവർ. എന്തു പറ്റി? എന്തോ അശാന്തി ഉള്ളില്. എന്തോ വിഷമം, പറയാൻ വയ്യ. ഈ വെളിയിലുള്ള ഫെയിം ഒന്നും തന്നെ അയാളെ അതിൽ നിന്നും തടസ്സം ചെയ്യാൻ സാധിച്ചില്ല. ഫേമസ് ആയിട്ടുള്ള ആളുകള്, പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അവർക്ക് ഇരിക്കാം. ഇതിലൊന്നും ഒരു സുഖമില്ല. ഇതൊന്നും ഉള്ളില് ദാഹം തീരില്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകൾക്ക് പകരം എന്റെ മുമ്പിൽ 1,00,000 പേരാണ് ഇരിക്കണതെങ്കിലും എനിക്ക് വയറുവേദന വന്നാൽ മതി ഇതിന്റെ ഒക്കെ സുഖം പോവാൻ. ആളുകളൊക്കെ എന്നെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണു, നിങ്ങളെ പോലെ ആരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണു, എനിക്ക് വയറുവേദനിക്കണു. എന്താ കാര്യം? ചെറിയൊരു വിഷമം എന്റെ ശരീരത്തിന് മതി ഈ 1,00,000 പേര് എന്റെ മുമ്പിൽ ഇരിക്കണതിന്റെ സുഖം പോവാൻ. പക്ഷെ ലോകം കണക്കിലെടുക്കണത് എന്താ? 1,00,000 പേരായി, ഇനി അടുത്ത പ്രാവശ്യം 2,00,000 ആക്കണം, 3,00,000 ആക്കണം. 1,50,000 രൂപയായിട്ട് കുറഞ്ഞ എന്റെ സുഖം പോയി പോകും. ഇപ്പൊ 200 പേർക്ക് 500 പേരായ സുഖമാവും. അതേ അളവില് 1,00,000 1,50,000 ആയ സുഖമാവും. 1,50,000 ആയ സുഖം പോയി പോകും. വെളിയിൽ ആശ്രയിക്കുന്നതിന്റെ ഒക്കെ ദുഃഖതാണ്. ഈ പ്രസിദ്ധിയും പണത്തിലും ഇതിലൊന്നും കാര്യമില്ല. പക്ഷെ ഇത് ആ മായ അത്ര പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്രയും ആ ഇല്യൂഷൻ അത് നമ്മളെ എന്തോ ഉണ്ട് മരീചിക എന്ന് പറയുന്നത് അതാണ്. വെള്ളത്തിന് വേണ്ടി ഓടാൻ വെക്കുന്ന പോലെ മൃഗതഷ്ണിക്കാണ്. മാന് വെള്ളം കുടിക്കാൻ ഓടും ആ മരീചിക കണ്ടിട്ട്. അതുപോലെ നമ്മൾ പുറമേക്ക് ഓടും. പ്രശാന്തി വരുന്നില്ല. എക്സ്ട്രീം സിറ്റുവേഷൻസിൽ പോലും പ്രശാന്തമായിട്ടിരിക്കണമെങ്കിൽ ഉള്ളിലുള്ള നിധി കൈക്കലാക്കിയാലേ പറ്റൂ. പ്രശാന്താത്മാ ജിതേന്ദ്ര. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിത. അവൻ നിരന്തരം ഭഗവാനെ കാണുന്നു. ഹൃദയത്തിൽ സമാധി ദൃഷ്ടി കൊണ്ട് ഭഗവാനെ അറിയണം. അതാണ് പരമാത്മാ സമാഹിത എന്ന്. ജ്ഞാനദൃഷ്ടി, സമാധി ദൃഷ്ടി, ബോധദൃഷ്ടി കൊണ്ട് ഭഗവാനെ നിരന്തരം കാണുന്നു. എങ്ങനെ? എല്ലാ എക്സ്ട്രീം സിറ്റുവേഷൻസിലും ശീത ഉഷ്ണ സുഖ ദുഃഖേഷു തഥാ മാന അപമാനയോഹോ. ശീതവും ഉഷ്ണവും ഒക്കെ എങ്ങനെ സീസൺ അനുസരിച്ച് വരണവോ അതുപോലെ തന്നെ സുഖവും ദുഃഖവും ഒക്കെ എന്തോ ഒരു നിയമത്തിനനുസരിച്ച് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതറിയണ ആള് സുഖത്തിനെ ദുഃഖത്തിനെ സുഖമാക്കി മാറ്റാനൊന്നും മെനക്കെടില്ല. ആയിക്കോട്ടെ, എന്താ വരണമെന്ന് വെച്ചാൽ വന്നോട്ടെ. പരമാത്മാ സമാഹിത. അവിടെ മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്. അവനാണ് അറിയേണ്ടത് അറിഞ്ഞവൻ. അടുത്ത ശ്ലോകം. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ. ആത്മതത്വം ശാസ്ത്രത്തിൽ നിന്നും മഹാത്മാക്കളിൽ നിന്നും കേട്ട് അറിയുക, അത് ജ്ഞാനം. അതിനെ സ്വാനുഭവത്തിൽ കൊണ്ടുവരിക, അത് വിജ്ഞാനം. ഇത് രണ്ടും കൂടെ ആയാലേ തൃപ്തി വരുള്ളൂ.
സ്വാത്മതൃപ്തി വരുള്ളൂ. അതായത് ചെയ്യേണ്ടത് ചെയ്തു, കിട്ടേണ്ടത് കിട്ടി എന്നുള്ള കൃതകൃത്യത, നിറവ് വരുള്ളൂ. നിർവൃത്തി എന്ന് വാക്കാ, നിർവൃത്തി വരുള്ളൂ. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂട്ടസ്ഥ എന്ന് വെച്ചാൽ അയാളുടെ ദൃഷ്ടി ബോധത്തിലാവുമ്പോ മനസ്സിലോ ബുദ്ധിയിലോ ശരീരത്തിലോ അല്ലാതെ സംവേർ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിലൊരു വാക്ക്. അതായത് ഒരിടത്തിരിക്കുന്നത് പെട്ടെന്ന് വേറെ ഒരിടത്തേക്ക് പോണതിനാണത്. അതുപോലെ ശരീരം, മനസ്സ്, ബുദ്ധി എന്നുള്ള ഉപാധികളെയൊക്കെ വിട്ട് അചലമായി ഒരു ചലനങ്ങൾ കൊണ്ടും ബാധിക്കപ്പെടാത്തതായി എന്തോ ഒന്നിനെ, സോളിഡ് എക്സ്പീരിയൻസ്, ഇറ്റ്സ് നോട്ട് ഇന്റലക്ച്വൽ നോളജ്, എന്തോ ഒന്നിനെ സുവ്യക്തമായ അയാൾ അപരോക്ഷമായി അവനവനിൽ കാണുന്നു. ആ ദൃഷ്ടിക്കാണ് കൂടസ്ഥൻ എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. അതറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് പല്ലുപോയ പാമ്പ് പോലെ ആവും. പഴയ പോലെ ചലിച്ചാലും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സ്ക്രീനിൽ സിനിമ എന്തൊക്കെ കണ്ടാലും സ്ക്രീനിൽ ഒരു പോറൽ പോലും ഏൽക്കില്ലെന്നുള്ള പോലെ ഈ കൂടസ്ഥ ദൃഷ്ടി ആരിൽ ഉണ്ടായിക്കഴിഞ്ഞു, അയാളിൽ മനസ്സ് പഴയ പോലെയൊക്കെ എന്തൊക്കെ തന്നെ ചിന്തിക്കുകയും വിചാരപ്പെടുകയും ഒക്കെ ചെയ്താലും അതൊന്നും തന്നെ അവിടെ ഒരു ചെറിയ മാർക്ക് പോലും ഉണ്ടാക്കില്ല. കൂടസ്ഥോ വിജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തമാക്കിയവനാണവൻ. ഇന്ദ്രിയങ്ങൾക്ക് ഇന്നത് വേണം ഇന്നത് വേണ്ട എന്നുള്ളത് ഇല്ലാതായി തീർന്നു കഴിഞ്ഞു. ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കണില്ല അവൻ. കൂടസ്ഥോ വിജിതേന്ദ്രിയ, അത്തരത്തിലുള്ളവൻ യുക്തയിതി ഉച്യത്തെ യോഗി, അവൻ യോഗിയാണ്, യുക്തനാണ്. യുക്തൻ എന്ന് വെച്ചാൽ എല്ലാം പ്രവൃത്തികളും നടക്കുന്നുണ്ട്, ആശ്രയമില്ല. അവനാണ് യുക്തൻ എന്ന് പേര്. യുക്തൻ ആരാണ്? ആർക്കാണോ ആഹാരം, നിദ്ര, വിഹാരം ഇതൊക്കെ തന്നെ പ്രാകൃത ധർമ്മങ്ങൾ നടക്കുമ്പോഴും അതിലൊന്നും ദൃഷ്ടിയില്ലാത്തത് അവനാണ് യുക്തൻ. കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു ഒക്കെ ചെയ്യുമ്പോഴും കാണൽ, കേൾക്കൽ, മണക്കൽ, രുചിക്കൽ എന്നുള്ള പ്രക്രിയകളൊക്കെ നടക്കണമെന്നല്ലാതെ അയാളുടെ സ്വത്വദൃഷ്ടി അതിലൊന്നിലും തന്നെയില്ല. സദാ സംവിന്മയോ യോഗി സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ, യോഗവാസിഷ്ടത്തിൽ വരും. സ്പർശിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ഭുജിച്ചുകൊണ്ടും രുചിച്ചുകൊണ്ടും വ്യവഹരിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുമ്പോഴും അതിലൊന്നിലും തന്നെ അയാളില്ലാതെ സംവിന്മയനായിട്ടിരിക്കണു എന്നാണ്. എന്നുവെച്ചാൽ താൻ ആ കൂടസ്ഥമായ ബോധമാണെന്നുള്ള ദൃഷ്ടി ഒരു ക്ഷണത്തിലേക്ക് പോലും വിട്ടുപോവാതെ അയാൾക്കുണ്ട്. എങ്കിലും അയാളുടെ ഇന്ദ്രിയങ്ങൾ അത് ധർമ്മത്തിനനുസരിച്ച് വ്യവഹരിക്കും. അതാണ് യുക്തഹ എന്നുള്ള പദത്തിനർത്ഥം. അവൻ യുക്തനാണ്, യുക്തനായവൻ യോഗിയാണ്. യോഗി എന്നുള്ള വാക്ക് യോഗ സാധന ചെയ്യുന്നവെന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ പ്രയോഗിക്കുന്നതല്ല. ആരാണോ തന്റെ സ്വരൂപത്തിനെ അറിഞ്ഞിരിക്കുന്നത് അവനാണ് യോഗി, ആത്മജ്ഞാനിയാണ് യോഗി. ശരീരത്തിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണവനല്ല, ശരീരം ചെയ്യുന്ന പ്രവൃത്തിയിൽ സംഘമില്ല അവന്. മനസ്സിനോടോ ബുദ്ധിയോടോ അഭിമാനവൃത്തിയില്ല അവന്. അവൻ നിരന്തരം ആത്മതൃപ്തനാണ്. അങ്ങനെയുള്ള യോഗി സമലോഷ്ടാശ്മ കാഞ്ചന, അതായത് അവന് ലോഷ്ടമെന്ന് വെച്ചാൽ എന്താ, ഒരു മണ്ണാങ്കട്ടയോ കല്ലോ സ്വർണമോ ഒക്കെ ഒരേപോലെയാണ് അയാൾ. ഇതിലൊക്കെ തന്നെ സമദൃഷ്ടിയുള്ളവനാണ്. സമദൃഷ്ടി എന്ന് വെച്ചാൽ അതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കും, അത്ര തന്നെ. മണ്ണും കല്ലും ഒക്കെ ഉപയോഗത്തിനുള്ളതാണ്. എന്തിനാ? വീട് കെട്ടണമെങ്കിൽ കല്ല് വേണം, ഉമ്മർത്ത് കുഴി ഉണ്ടെങ്കിൽ മണ്ണ് വാരിയിടണം. അതേപോലെ തന്നെ വിശപ്പുണ്ട്, വേറെ ഒന്നും നിവൃത്തിയില്ലെങ്കിൽ വീട്ടിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ എടുത്ത് വിൽക്കാം. അതിനല്ലാതെ എന്തിനു കൊള്ളും അല്ലേ? സ്വർണം എന്നൊരു സാധനം കണ്ടുപിടിച്ചു, എപ്പോഴാ നോക്കിയാലും ജ്വല്ലറി ഷോപ്പാണ്. ഇവര് സ്വർണ്ണമാണോ വിൽക്കുന്നത് വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കിപ്പോ സംശയം തോന്നുകയാണ്. എന്താന്ന് വെച്ചാൽ എത്ര വലിയ വലിയ മുമ്പൊക്കെ ആണെങ്കിൽ ഒരു പെട്ടിക്കട പോലെ ഒന്ന് വെച്ചോണ്ടിരിക്കണ്ടാവും. ഇത് തിരിഞ്ഞാ മറിഞ്ഞാ ജ്വല്ലറി ഷോപ്പ്, അതിങ്ങനെ സ്വർണ്ണാഭരണങ്ങളുടെ കൂട്ടം. ഇതൊക്കെ മനുഷ്യൻ ഇതൊന്നും ഇട്ട് നടക്കണമെന്നും കാണുന്നില്ല. അപ്പ അതാണ് രസം. അതൊന്നും ഇട്ട് നടക്കാനൊന്നും ആർക്കും സമയമൊക്കെ വാങ്ങി എന്തോ എടുത്ത് വെക്കുകയാണ്. എന്താന്ന് വെച്ചാൽ നാളെ ഇതൊക്കെ വില പിടിച്ച സാധനമാണല്ലോ. ശരിയാണ്, നാളെ
ഊണിനും ബുദ്ധി അഷ്ടിക്ക് കഷ്ടിയായാൽ വിൽക്കാം എന്നുള്ളൊരു പ്രയോജനമുണ്ട്. വിറ്റിട്ട് ഊണിന് വല്ല വഴിയുണ്ടെങ്കിൽ നോക്കാം. അല്ലാതെ അതിപ്പോ തിന്നാൻ പറ്റില്ല, യാതൊന്നിനും പറ്റില്ല. പണ്ടത്തെ കാലത്താണെങ്കിൽ ആളുകള് മൂക്കില് ചെവിയിലും ഒക്കെ തൊള്ളയുണ്ടാക്കി പരസ്പരം കണക്ഷൻ കൊടുത്ത് പല വിധത്തിലുള്ള അലങ്കാരങ്ങൾ ചെയ്യും. ഇപ്പൊ അതും ചെയ്യണില്ല അധികവും. അങ്ങനെയെങ്കിലുമൊക്കെ ഒരു അലങ്കാരമൊക്കെ നടക്കും. ഇപ്പൊ ആ അലങ്കാരവും കാണാനില്ല അധികം. അപ്പോ ഇതൊക്കെ തന്നെ ശരി, ഉപയോഗത്തിന് വല്ലതും കൊള്ളുവോക്കൊള്ളും. ആയുർവേദത്തിലെ ചില മരുന്നിനൊക്കെ സ്വർണം വേണം. അതിന് നല്ലതാണോ? ശരി, ഉപയോഗിക്കാം. ഇനിയിപ്പോ നാളെ വിഷമം വന്നു, വിശപ്പിന് വല്ല ബുദ്ധിമുട്ട്, ജീവിക്കാൻ വന്നുവെങ്കിൽ വിൽക്കാൻ പറ്റുമോ? വിൽക്കാം. ഇതിനൊക്കെ അത് കൊള്ളുള്ളൂ. അപ്പൊ അത് ഈ കല്ലും മണ്ണും ഒക്കെ പോലെ തന്നെ ആവശ്യം വന്നാൽ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് സ്വർണം. സമലോഷ്ട അശ്മ, കല്ല്, ഇരുമ്പ്, കാഞ്ചനം, സ്വർണം ഒക്കെ തന്നെ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. അയാൾക്ക് ഇതിലൊക്കെ തന്നെ വ്യവഹാര ബുദ്ധിയേ ഉള്ളൂ, അല്ലാതെ ആശ്രയ ബുദ്ധിയോ പാരമാർത്ഥിക ബുദ്ധിയോ ഒന്നുമില്ല, സുഖബുദ്ധിയോ ഒന്നുമില്ല. വ്യവഹരിക്കണമെങ്കിൽ എടുത്ത് വ്യവഹരിക്കും, അത്ര തന്നെ. ഒരു ജമീന്ദാർ, വലിയ ബിസിനസ്മാൻ, അദ്ദേഹത്തിന് ധാരാളം പണമുണ്ട്, അദ്ദേഹത്തിന് ഭക്തിമാർഗത്തിലും നല്ല രുചിയുണ്ട്. അപ്പൊ ഒരു സത്രം നടത്തി ധാരാളം സന്യാസികളെയൊക്കെ വിളിച്ച് ഭിക്ഷ കൊടുക്കും. ഭിക്ഷ കഴിഞ്ഞിട്ട് ആ വരുന്ന സ്വാമിമാരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയും. അദ്ദേഹം ചോദ്യം ചോദിക്കും, അവരെന്തെങ്കിലും സത്സംഗം പറയും. ഇതൊക്കെ ചില ആളുകൾക്ക് നേരം പോക്കാണ്. അദ്ദേഹത്തെ നടത്തും. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഒരു സ്വാമിയെ കൊണ്ടുവന്ന് ഇദ്ദേഹം ഭിക്ഷയൊക്കെ കൊടുത്തു. ഭിക്ഷ കൊടുക്കുമ്പോ എന്താന്ന് വെച്ചാൽ മുഖ്യ അതിഥിയായിട്ട് വരുന്ന സന്യാസിക്ക് കൊടുക്കാൻ സ്വർണപാത്രം ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്വർണപാത്രം, അതിൽ ഭിക്ഷ കൊടുക്കും. അപ്പൊ ഇങ്ങനെ കുറെ സ്വാമിമാര് വന്നപ്പോ ഒരു സ്വാമിയോട് ചോദിച്ചു, എനിക്ക് വൈരാഗ്യം എന്താണെന്ന് അവിടുന്ന് പറഞ്ഞു തരണം. നല്ല ജ്ഞാനനിഷ്ഠനായ ഒരു സന്യാസിയുടെ അടുത്ത് അദ്ദേഹം ചോദിച്ചു, എനിക്ക് വൈരാഗ്യം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്ന സന്യാസിയെ വിളിക്കൂ ഭിക്ഷയ്ക്ക്. എന്റെ അടുത്ത് ചോദിക്കണ്ട, ഞാനത് പറഞ്ഞുതരാൻ അധികാരിയല്ല. ഇന്ന സന്യാസിയെ ഭിക്ഷയ്ക്ക് വിളിക്കൂന്ന്. അപ്പൊ ആ സന്യാസിയെ ഭിക്ഷയ്ക്ക് വിളിച്ചു. ഭിക്ഷയ്ക്ക് വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഞാൻ സ്വർണപാത്രത്തിൽ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. എന്തു പറഞ്ഞിട്ട് അദ്ദേഹം സ്വർണപാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. യാതൊരു കാരണവശാലും തൊട്ടില്ല. അത് കയ്യിൽ ഭിക്ഷ വാങ്ങി കഴിച്ചു. സ്വർണം തൊട്ടതേയില്ല, ഭക്ഷണം കഴിച്ചു. അവസാനം വൈരാഗ്യം എന്താണെന്ന് ചോദ്യം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ ഊണ് കഴിക്കാനേ വരില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി. അപ്പൊ ഈ ഉപദേശിച്ച ഗുരു പറഞ്ഞു, ഇതാണ് വൈരാഗ്യം. അപ്പൊ ജ്ഞാനം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വേറെ ഒരു സന്യാസിയെ പറഞ്ഞിട്ട് പറഞ്ഞു, അദ്ദേഹത്തിനെ ഭിക്ഷയ്ക്ക് വിളിക്കുന്നു. അപ്പൊ അദ്ദേഹം ഭിക്ഷയ്ക്ക് വന്നപ്പോൾ ഇതേപോലെ എല്ലാവരും ഊണ് കഴിക്കാനിരുന്നു. സ്വർണപാത്രത്തിൽ ഭക്ഷണം കൊടുത്തു. ബാക്കിയുള്ളവർക്കൊക്കെ ഇലയിട്ടും ഭക്ഷണം കൊടുത്തു. അപ്പൊ ഇദ്ദേഹം ആ സ്വർണപാത്രത്തിൽ ഭക്ഷണം കഴിച്ചു. ഒരു കുഴപ്പം പറഞ്ഞില്ല. സ്വർണപാത്രം കൊടുത്തപ്പോ സ്വർണപാത്രത്തിൽ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് ആ കഴിച്ചവരൊക്കെ ഇല എടുത്തുകൊണ്ടുപോയി കളഞ്ഞു. ഇദ്ദേഹം ആ സ്വർണപാത്രം കൊണ്ടുപോയി കളഞ്ഞിട്ട് പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതാണ് ജ്ഞാനം. ഇലയൊക്കെ പറക്കിക്കൊണ്ട് കളഞ്ഞപ്പോ ഇദ്ദേഹം ആ സ്വർണപാത്രം കൊണ്ടുപോയിട്ട് ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ട് പോയി. അത്രേ, ഇതാണ് ജ്ഞാനം. ജ്ഞാനിക്ക് ഒക്കെ വ്യവഹാര ബുദ്ധിയേ ഉള്ളൂ. വൈരാഗിക്ക് ഭേദങ്ങളുണ്ട്, ഇന്നത് വേണം പാടില്ല എന്നൊക്കെ. ജ്ഞാനിക്ക് ഭേദമൊന്നുമില്ല, ഒക്കെ വ്യവഹാരം. ഉപയോഗിക്കേണ്ട സാധനമാണ്, ഉപയോഗിക്കണോ ഉപയോഗിക്കാം, ഇല്ലയോ വേണ്ട. ഇതിനും അതിനും വലിയൊരു വ്യത്യാസമൊന്നുമില്ല. അപ്പൊ സ്വർണത്തിനും കല്ലിനും വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ. ഉണ്ണണമെങ്കിൽ ചോറ് തന്നെ വേണം, സ്വർണം പറ്റില്ലല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കടുക്കനും മാലയും വളയൊന്നും തിന്നാൻ പറ്റില്ലല്ലോ. അതിന് ഇഡ്ഡലിയും ദോശയൊക്കെ തന്നെ വേണം. ആ സമയത്ത് കൊണ്ടുപോയി എത്ര വലിയ സ്വർണം കൊണ്ടുവച്ചിട്ടും കാര്യമില്ല. പഴയ ഒരു കഥ പറയുമല്ലോ, എന്തു തൊട്ടാലും സ്വർണ്ണമാവുമെന്ന്. അയാൾക്ക് ഭക്ഷിക്കാൻ പറ്റുമോ? പാവം. ഇഡ്ഡലി തൊട്ടാ ഇഡ്ഡലി സ്വർണ്ണമാവും, ദോശ തൊട്ടാ ദോശ സ്വർണ്ണമാവും. എന്ത് തിന്നും? അപ്പൊ അയാൾക്ക് സമലോഷ്ട അശ്മ കാഞ്ചന. അടുത്ത ശ്ലോകം.
സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യത്തെ. പ്രത്യുപകാരം അനപേക്ഷ്യ ഉപകർത്ത സുഹൃത്ത്. സുഹൃത്ത് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും പ്രത്യുപകാരം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണതെങ്കിൽ നമ്മൾ സുഹൃത്തല്ല. ലോകത്തിലെ ആളുകൾ പലരും ചെയ്യണത് എന്താ, നമുക്കിന്ന് ആള് വേണ്ടി വരുവേ എന്നാണ്, അതുകൊണ്ട് ചെയ്യണമെന്നാണ്. അത് സുഹൃത്തിന്റെ ലക്ഷണമല്ല. പ്രത്യുപകാരം അനപേക്ഷ്യ ഉപകർത്ത. അവൻ എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ, എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. പ്രത്യുപകാരം അല്പം പോലും പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്യുന്നവൻ സുഹൃത്ത്. സുഹൃൻ മിത്രം സ്നേഹവാൻ, സ്നേഹത്തോടുകൂടെ നമ്മൾക്ക് വേണ്ടതൊക്കെ പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്ന ആള് മിത്രം. അരി, ഉണ്ണണ അരിയല്ല, ശത്രു എന്നർത്ഥം. സുഹൃൻ മിത്ര അരി. ഉദാസീന, ഉദാസീന എന്ന് വെച്ചാൽ എല്ലാത്തിനും കണ്ടിട്ട് ഒന്നും പറയാത്ത ആള്. മധ്യസ്ഥൻ എന്ന് വെച്ചാൽ നടുക്ക് നിൽക്കണ ആള്, രണ്ടുപേരെയും കൂടെ ചേർത്തി വെക്കാനൊക്കെ നോക്കും. ഉദാസീനൻ അത് ചെയ്യില്ല. ഉദാസീനൻ എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ തല്ലുമ്പോ തല്ലിക്കൊള്ളൂ എന്ന് പറയും. അയാള് കുഴപ്പമൊന്നുമില്ല, അയാൾ നോക്കിക്കൊണ്ടിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണ്, അയാൾ നോക്കിക്കൊണ്ടിരിക്കും. എന്ത് സംഭവിച്ചാലും നോക്കിക്കൊണ്ടിരിക്കും. യാതൊന്നും അയാള് ഇടപെടില്ല. അങ്ങനെ ഇരിക്കുന്നവന് ഉദാസീനൻ. സുഹൃൻ മിത്ര അരി ഉദാസീന. മധ്യസ്ഥൻ നടുക്ക് പോയിട്ട് അയാളുടെ അടുത്തുനിന്നും തല്ലുവാങ്ങും, ഇയാളുടെ അടുത്തുനിന്നും തല്ലുവാങ്ങും. ചില കാറില് നടുക്കിരിക്കുന്ന ആളെ ഇങ്ങോട്ടുള്ള ആളും ഇടിക്കും, ഇങ്ങോട്ടുള്ള ആളും ഇടിക്കും, അല്ലേ? അതുപോലെ മധ്യസ്ഥൻ എല്ലായിടത്തുനിന്നും അടി കിട്ടുന്ന ആളാണ്. സുഹൃത് മിത്ര അരി ഉദാസീന മധ്യസ്ഥ ദ്വേഷ്യ, നമുക്ക് വെറുപ്പുള്ളവൻ. ബന്ധുഷു, നമുക്ക് വേണ്ടപ്പെട്ടവൻ. ഇവരോടൊക്കെ സമബുദ്ധി, സമബുദ്ധിർ വിശിഷ്യത, അവനാണ് യോഗാരൂഢൻ. എന്നുവെച്ചാൽ നമ്മളിപ്പോ പറയണതൊക്കെ എന്താ കാര്യം, എന്താ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണ? എന്തിനുള്ള പ്രിപ്പറേഷനാ? ധ്യാനയോഗത്തിനുള്ള ആരംഭപടികളാണ്. അതായത് ചുരുക്കത്തിൽ നമ്മളുടെ വ്യവഹാര തലത്തിൽ ഇതിലൊന്നിലും എക്സൈറ്റ്മെന്റ് ഇല്ലെങ്കിൽ, പ്രത്യേകതകൾ ഇല്ലെങ്കിലേ നമ്മളുടെ ധ്യാനം ശരിയാവുള്ളൂ എന്നും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാൽ മതി എന്നാണ്. ഭഗവാൻ പറയണ അതൊന്നും ധ്യാനം ആവില്ല എന്നാണ്. സുഹൃത്തിനോടും മിത്രത്തിനോടും ശത്രുവിനോടും ഉദാസീനനോടും വെറുപ്പുള്ളവനോടും ബന്ധുവിനോടും ഒക്കെ പതുക്കെ പതുക്കെ, അതായത് ഇതൊന്നും നമ്മളിൽ ഇമ്പാക്ട് ഇല്ലാത്ത ഒരു സ്ഥിതി വരണം. ഇത് ധ്യാനിക്കണതിന് മുമ്പേ വരണം എന്നല്ല ഇപ്പൊ പറയാൻ പോണത്. ധ്യാനവും ഇതും കോംപ്ലിമെന്ററി സപ്ലിമെന്ററി ആയിരിക്കണം. വ്യവഹാരം ഒരു വശവും ധ്യാനം വേറൊരു വശവും ആവാൻ പറ്റില്ല. വ്യവഹാരം ധ്യാനത്തിന് കോംപ്ലിമെന്ററി ആയിരിക്കണം, സപ്ലിമെന്ററി ആയിരിക്കണം. ധ്യാനം വ്യവഹാരത്തിന് കോംപ്ലിമെന്ററി ആയിരിക്കണം, അനുകൂലമായിരിക്കണം. വ്യവഹരിക്കുമ്പോ സുഹൃത്തിനോടും മിത്രത്തിനോടും ശത്രുവിനോടും ബന്ധുവിനോടും ഉദാസീനനോടും മധ്യസ്ഥനോടും ഒക്കെ നമ്മൾ അങ്ങനത്തെ ആളുകളെയൊക്കെ ലോകത്തിൽ കാണുമല്ലോ. ഇത് ഈ ഏതെങ്കിലുമൊക്കെ ഒരു കൂട്ടരായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇവരൊക്കെ നമ്മളെ ചലിപ്പിച്ചിട്ട് പോകും. കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ അമ്പലത്തിൽ പോയി ധ്യാനിച്ചുകൊണ്ടിരിക്കും, ധ്യാനം കഴിഞ്ഞ് എഴുന്നേറ്റ് പുറത്തു വരുമ്പോൾ നല്ല സുഖമായിരിക്കും, കാണുന്നതിനോടൊക്കെ ആനന്ദം തോന്നും, ശാന്തി തോന്നും. പക്ഷെ വരണ വഴിയില് നമുക്ക് അറിയണ ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ ഏട്ടാ സൗഖ്യല്ലേ സുഖമല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളിലൊക്കെ പോയി. എന്താ, അദ്ദേഹത്തിനെ കണ്ട ഉടനെ എന്തോ ഒരു ഭാവം എന്റെ ഉള്ളിൽ ഉണ്ടായ ഉടനെ ആ സ്ഥിതി ഞാൻ ചവിട്ടിൽ വന്നു. ഭാവം എന്താ? എന്തോ ഒരു സ്പെഷ്യാലിറ്റി, സം കൈൻഡ് ഓഫ് ഇമോഷണൽ റെക്കഗ്നിഷൻ. അപ്പൊ തന്നെ നമ്മള് വി ബിക്കം ലോക്കലൈസ്ഡ്. ഇവിടേക്ക് വന്നു.
ആ സ്ഥിതി പോയി അല്ലേ? അപ്പൊ എന്താ, അയാളെ കണ്ട ഉടനെ ഒന്നിൽ സുഹൃത്താണെന്ന് തോന്നി, അല്ലെങ്കിൽ മിത്രമാണെന്ന് തോന്നി, അല്ലെങ്കിൽ ഒന്നിൽ ഇടപെടാത്തൊരു ചപ്പ് എന്ന് തോന്നി, അല്ലെങ്കിൽ നടുവിൽ നിൽക്കുന്ന ആളാണ് ബ്രോക്കറാണെന്ന് തോന്നി, അല്ലെങ്കിൽ ദ്വേഷം തോന്നി, അല്ലെങ്കിൽ എന്റെ അമ്മായിയമ്മയുടെ അടുത്ത വീട്ടിലുള്ള മരുമകന്റെ ഏട്ടന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്ന ആ വീട്ടിലത്തെ ചക്കനാണെന്ന് തോന്നി. ഇങ്ങനെയൊക്കെയാണല്ലോ ബന്ധം. ബന്ധുഷു എന്തൊക്കെയോ കണക്ക് കൂട്ടി കഴിഞ്ഞപ്പോ എന്തായി? നമ്മൾ കുറെ നമ്മളുടെ ആ സ്ഥിതിയിൽ നിന്ന് ചലിച്ചു പോയി. സമബുദ്ധി എന്ന് വെച്ചാൽ അതിന്റെ ഇമ്പാക്ട് ഇല്ല എന്നർത്ഥം. നമ്മള് ഒന്നും ഇത്തരത്തിലുള്ള ഒന്നും തന്നെ, ഇതൊക്കെ നമ്മൾ പതുക്കെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് പറയണത്. സാധുഷ്വപിച്ച പാപേഷു, അതും പറഞ്ഞു. നമുക്ക് ചിലരൊക്കെ കണ്ടാൽ അവരൊക്കെ മഹാത്മാക്കളാണ്, നല്ലവരാണെന്ന് തോന്നും. അപ്പോ ബഹുമാനം ഭക്തിയൊക്കെ തോന്നും. ചിലരൊക്കെ കണ്ട മഹാപാപികൾ, മഹാപാപികളാണെന്ന് തോന്നും, ദുഷ്ടന്മാരാണെന്ന് തോന്നും. അവിടെയും സമബുദ്ധി വരണം. സാധുഷ്വപിച്ച പാപേഷു സമബുദ്ധിർ വിശിഷ്യത്തെ. ശാസ്ത്രാനുവർത്തിഷു പ്രതിഷിദ്ധകാരിഷു ച സർവേഷു. ശാസ്ത്രത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവര് കണ്ടാൽ സന്തോഷം തോന്നും, പ്രതിഷിദ്ധമായിട്ടുള്ളവരെ കണ്ടാൽ വെറുപ്പ് തോന്നും. അതും തോന്നാൻ പാടില്ല. പതുക്കെ 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 നമ്മൾ അതും മാറ്റിക്കൊള്ളണം. ഒക്കെ ആത്മസ്വരൂപികളാണ്. ആത്മൈവേദം സർവം. എല്ലാ ദുഷ്ടന്മാരും, എല്ലാ മഠയന്മാരും, എല്ലാ നല്ലവരും, എല്ലാ മഹാത്മാക്കളും, എല്ലാ പണ്ഡിതന്മാരും, പാമരന്മാരും, എല്ലാ സിദ്ധാന്തത്തിൽപ്പെട്ടവരും, ഇതൊക്കെ തന്നെ ആത്മാവായി കാണുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇതൊന്നും എന്നിൽ ഇമ്പാക്ട് ഉണ്ടാക്കാതിരിക്കണം. അതെന്തോ ആവട്ടെ, അത് ശരി തെറ്റ് നിരൂപണം ചെയ്യാൻ പോയാൽ നമ്മൾ പെട്ടുപോകും. ചിലതൊക്കെ ഇപ്പോ നിങ്ങളിപ്പോ പറയണു എല്ലാരും ഒന്നായിട്ട് കാണണമെന്ന് പറയണു. ഒരു മഹാപുരുഷനെയും ഒരു രമണ മഹർഷിയെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഹിറ്റ്ലറിനെ ഒരു സ്ഥലത്ത് വെച്ച് ശരിയായിട്ട് കാണാൻ പറ്റുമോ, സമമായിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദ്യം ചോദിച്ചാൽ ശരിയായി കാണാൻ പറ്റില്ല എന്ന് തന്നെ ഉത്തരം പറയണം. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് രമണ മഹർഷിയും ഹിറ്റ്ലറിനെയും നീ സമമായിട്ട് കാണണം എന്നല്ല ഭഗവാൻ പറയണത്. രമണ മഹർഷിയെ കാണുമ്പോ അയ്യോ അദ്ദേഹം എവിടെയോ ഇരിക്കണു, എന്നെ കൊണ്ട് പ്രാപിക്കാൻ പറ്റില്ലല്ലോ, നമുക്കതൊന്നും പറ്റില്ലല്ലോ എന്ന് ഞാൻ ഒരാളായിട്ട് നിന്ന് എന്നിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായി. ഹിറ്റ്ലറിനെ കാണുമ്പോ ഇതുപോലൊരു പരമദുഷ്ടൻ, എത്ര പേരെ കൊന്നു, മഹാപാപി, അവൻ അങ്ങനെ ആവണം, അവൻ ഇങ്ങനെ ആവണം, എന്തൊക്കെയോ തോന്നി. ഇത് രണ്ടും വന്നിട്ടില്ലെങ്കിൽ രമണ മഹർഷിയെ കണ്ടു, ശാന്തമായി. ഹിറ്റ്ലറിനെ കുറിച്ചോ ഒരു ഇമ്പാക്റ്റും എന്നിലില്ല. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും തന്നെ നമ്മളിൽ വിപരീതമായിട്ട് ഒരു പ്രത്യാഘാതവും ഉണ്ടാക്കണില്ലെങ്കിൽ, റിയാക്ഷൻസും ഉണ്ടാക്കണില്ലെങ്കിൽ, നമ്മളിൽ ശാന്തി നഷ്ടപ്പെടാതെ ഇരിക്കുന്നുവെങ്കിൽ, ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന ഒരു വാർത്തയും നമ്മളുടെ അകമേ ഉള്ള ആ സരസിൽ കല്ലിടുന്നില്ലെങ്കിൽ, പ്രശാന്തിയെ ഭഞ്ജിക്കണില്ലെങ്കിൽ, വിശിഷ്യത്തെ നീ വിശിഷ്ടനാവാണ്. എത്ര ഗംഭീരമാണെന്ന് നോക്കൂ ആശയം. ഇത് നമ്മൾ മറന്നുപോകും. വീണ്ടും 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 മനനം ചെയ്യണം. ഇപ്പൊ ഗീതാ ശ്ലോകങ്ങളെടുത്ത് വീണ്ടും 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 പാരായണം ചെയ്യുമ്പോൾ ഓരോരിക്ക് വായിക്കുമ്പോഴും പ്രകാശിക്കും. അത് തന്നെ ഒരു ധ്യാനാണ്. നമ്മുടെ അർത്ഥം അറിഞ്ഞിട്ട് ശ്ലോകം പാരായണം ചെയ്യുക. ഈ പാരായണം എന്ന് പറയണത് ഉണ്ടല്ലോ, പഠിക്കുന്നതിനേക്കാളും ഒക്കെ വളരെ പവർഫുള്ളാണ്. നമുക്കത് കുറെ കഴിയുമ്പം, അതായത് ഇൻറ്റ്യൂഷൻ പാരായണത്തിലാണ് ഉണ്ടാവുക, പഠിക്കണതിൽ ഉണ്ടാവില്ല. പഠിക്കുമ്പോ നമ്മൾ ബ്രെയിനൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കും. ഒന്നുമില്ലാതെ വെറുതെ വായിക്കാം, ഒരു സ്ട്രെയിനും ഇല്ലാതെ, ഒരു വിഷമം ഇല്ലാതെ അങ്ങനെ തുടങ്ങിയിട്ട് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമകാ പാണ്ഡവാശൈവ കിമകുർവത സഞ്ജയ, അങ്ങനെ തുടങ്ങി. അങ്ങനെ അതൊരു ധ്യാനമായി നമുക്ക്. ആ പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോ ഒരു ദിവസം ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയോ പെട്ടെന്ന് അങ്ങോട്ട് വെളിച്ചം വീശും. ചില സമയത്ത് പെട്ടെന്നൊരു ശ്ലോകം കാണുമ്പോൾ എന്തോ ഒരു അർത്ഥം സ്ഫുരിക്കും, സംശയം തോന്നുമ്പോ അപ്പൊ വ്യാഖ്യാനം എടുത്ത് നോക്കാം, അപ്പൊ ഭാഷ എടുത്ത് നോക്കാം, അങ്ങനെ വായിക്കാം.
അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഓരോരോ ദിവസവും കണ്ണാടി പോലെ നമ്മൾ എവിടെ നിൽക്കണമെന്ന് കാണും. മനനം ചെയ്യാം. പതുക്കെ 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 നമ്മളുടെ ഓരോ സ്റ്റേജിലും നമുക്കിത് സഹായിയായിട്ട് തീരും. അമ്മ അപ്പോഴാണ് ഭഗവത്ഗീതയെ എന്താണ് അമ്മയായിട്ട് തീരണത് ഗീത. അമ്പത്വാം അനുസന്ധതാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണി. അനുസന്ധാനം ചെയ്യേണ്ട അമ്മയാണ്. ആ ഗീതയെ വീണ്ടും 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 പ്രേമത്തോടെ അനുസന്ധാനം ചെയ്യാം. ഒരു ശ്ലോകം 2 ശ്ലോകം അർത്ഥത്തോടെ വായിക്കാം, പിന്നെ അങ്ങോട്ട് പാരായണം ചെയ്യാം. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോ, ഈ ശ്ലോകമൊക്കെ നോക്കുമ്പോ നമുക്ക് ഓരോരിക്കലായിട്ട് നമുക്ക് തെളിയും എന്താണ് ഇതൊക്കെ നമുക്ക് ഒരു ഇമ്പാക്ട് ഇല്ലാതിരിക്കണം നമ്മളിലെന്ന് പറഞ്ഞല്ലോ. എങ്ങനെ സാധിക്കും? എനിക്ക് സാധിക്കണുണ്ടോ? എന്റെ മനസ്സ് ചഞ്ചലമാവണുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ആയിരിക്കും കാരണം. ഒന്നിൽ സുഹൃത്ത്, അല്ലെങ്കിൽ മിത്രം, അല്ലെങ്കിൽ ഉദാസീനം, അല്ലെങ്കിൽ മധ്യസ്ഥൻ, അല്ലെങ്കിൽ ദ്വേഷ്യൻ, അല്ലെങ്കിൽ ബന്ധു, അല്ലെങ്കിൽ അശ്മം, കാഞ്ചനം, ലോഷ്ടം. പിന്നെ എന്തൊക്കെയാ പറഞ്ഞ? അതിനു മുമ്പ് എന്തൊക്കെ? ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം. ദ്വന്ദ്വങ്ങളാണ്. ഡുവലിസ്റ്റിക് പ്രോസസ്, ഡുവൽ ത്രോങ്സ്. ദ്വന്ദ്വാണി സർവാണി അഖിലാസ്ത്രിപുട്യ കിഞ്ചിത് സമാശ്രിത്യ വിഭാന്തി വസ്തു തന്മാർഗണേ സ്യാദ് ഗളിതം സമസ്തം ന പശ്യതാം സച്ചലനം കദാപി. സത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഈ ദ്വന്ദ്വങ്ങളൊന്നും ബാധിക്കില്ല. പക്ഷെ അതിനു മുമ്പ് ഈ ദ്വന്ദ്വങ്ങളൊക്കെ ആരെയാ ബാധിക്കണത്? അഹന്തയാണ് ബാധിക്കുന്നത്. അഹന്ത ഉണ്ടെങ്കിൽ ദ്വന്ദ്വുണ്ട്, അഹന്ത ഉണ്ടെങ്കിൽ ത്രിപുടിയുണ്ട്, അഹന്ത ഉണ്ടെങ്കിൽ ഇന്ററാക്ഷൻസ്, റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ അഹന്തയാണ് ഇതിന് മുഴുവൻ ബീജം. ലോകത്തിലെ സുഹൃത്തിനെ കണ്ടാൽ ആർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം? എനിക്ക്. മിത്രത്തിനെ കണ്ടാൽ ആർക്ക് സന്തോഷം ഉണ്ടാവണം? എനിക്ക്. ശത്രുവിനെ കണ്ടാൽ ആർക്ക് വെറുപ്പുണ്ടാവണം? എനിക്ക്. ബന്ധുവിനെ കണ്ടാൽ ആർക്ക് എന്റെ അവനാണെന്ന് തോന്നുന്നു? എനിക്ക്. സാധുവിനെ കണ്ടാൽ ആർക്ക് ബഹുമാനം തോന്നുന്നു? എനിക്ക്. പാപിയെ കണ്ടാൽ ആർക്ക് വെറുപ്പ് തോന്നുന്നു? എനിക്ക്. ഈ ഞാനാരാ? സർക്കിൾ അടിച്ച് അവിടെ വരും. ഈ ഞാനാരാ? സുഹൃത്തിനെ കണ്ട് എക്സൈറ്റഡ് ആയി ഞാനാരാ? ബന്ധുവിനെ കണ്ട് അഭിമാനിച്ച ഞാനാരാ? സാധുവിനെ കണ്ടു ബഹുമാനിച്ച ഞാനാരാ? ശത്രുവിനെ കണ്ടു വെറുത്ത ഞാനാരാ? അപ്പൊ കാണാം ഇവിടെ ഒരു സെന്റേർഡായ വൈബ്രേഷൻ. ഞാൻ 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 എക്സൈറ്റ്മെന്റിന്റെ രൂപത്തിലും ഡിപ്രഷന്റെ രൂപത്തിലും മാറി 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 വന്നുകൊണ്ടിരിക്കും. അനുകൂലം കാണുമ്പോ യു ആർ എക്സൈറ്റഡ്, പ്രതികൂലം കാണുമ്പോ യു ആർ ഡിപ്രസ്ഡ്. അനുകൂലം കാണുമ്പോ സന്തോഷം, ഒരു തിമിർപ്പ്. പ്രതികൂലം കാണുമ്പോ അയ്യോ എനിക്കിങ്ങനെ വരാൻ പാടില്ല. ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഞാൻ എന്നുള്ള ഒരേ ഒരു പ്രതീതിക്ക് ചുറ്റുമാണ് ഈ മനസ്സെന്നു പറയുന്ന ഒരു അനിർവചനീയ ശക്തി പ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ഞാനിനെ പിടിച്ച് ഇളക്കിയ എല്ലാം ഇളകും. അതെവിടെ വരണം? അതെന്താണ്? ശ്രദ്ധിച്ചാലോ അത് മറയും. ശ്രദ്ധയെന്ന് വെളിച്ചം അതിന് സഹിക്കില്ല. ശ്രദ്ധിച്ചാൽ അത് മറയും. എന്താണ് ഈ ഞാൻ? എന്താണത്? എന്താണ് ഇതാണ്? എന്താ? അപ്പൊ നോക്കാം, നമ്മൾ സമത്തിലേക്ക് വന്ന് നിൽക്കും. സുഹൃത്തിനെ കാണുമ്പോ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമ്പോ ഞാൻ ആര് എന്ന് വിചാരം ചെയ്യണം. മിത്രത്തിനെ കാണുമ്പോ പ്രത്യേകത തോന്നുമ്പോ ഈ തോന്നുന്ന ഞാൻ ആരാണ് എന്ന്. ശത്രുവിനെ കാണുമ്പോ വെറുപ്പ് തോന്നുമ്പോ ഈ വെറുപ്പ് തോന്നുന്നത് ആർക്കാണ്? എനിക്ക്. ഞാൻ ആരാണ്? ഉദാസീനനെ കാണുമ്പോ എന്തോ ഒരു ഭാവം ഉണ്ടാവുന്നുണ്ടല്ലോ, ഇതാർക്കാ? എനിക്ക്. ഞാൻ ആരാണ്? മധ്യസ്ഥനെ കാണുമ്പോ ഒരു വികാരം തോന്നുന്നു, ആർക്കാണ്? എനിക്ക്. ഞാൻ ആരാണ്? സാധുവിനെ കാണുമ്പോ ഒരു വികാരം തോന്നുന്നുണ്ടല്ലോ, ഒരു പ്രത്യേകത തോന്നുന്നുണ്ടല്ലോ, ഒരു ബൈഫർക്കേഷൻ തോന്നുന്നുണ്ടല്ലോ, ഇതാർക്കാണ്? എനിക്ക്. ഞാൻ ആരാ? പാപിയെ കാണുമ്പോ എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഇഷ്ടപ്പെടായ്മയൊക്കെ തോന്നുന്നുണ്ടല്ലോ, ആർക്കാ? എനിക്ക്. ഞാൻ ആരാണ്? ഈ ഞാൻ ആരെന്നുള്ള മഹാമന്ത്രം വിടാതെ പിടിച്ചോണ്ട് വ്യവഹാരത്തിൽ മുഴുവൻ വ്യവഹരിക്കുമ്പോഴൊക്കെ സെന്റർ അവിടെയാണ്. ആർക്കുണ്ടാവണം? എനിക്ക്. ഞാൻ ആരാണ്? ദേഷ്യം വരുമ്പോ, കാമം വരുമ്പോ, അസൂയ വരുമ്പോ, സ്നേഹം വരുമ്പോ, ആസക്തി വരുമ്പോ, ബോറടിക്കുമ്പോ,
ലോഭം വരുമ്പോ, അഭിമാനം വരുമ്പോ, എല്ലാവിധത്തിലുള്ള മാനസിക ചലനങ്ങൾക്കും വേരായിട്ടുള്ള ചലനമാണ് ഞാൻ 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 എന്നുള്ള സ്പന്ദനം. അതിലേക്ക് വീണ്ടും 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 വരുമ്പോ അത് എല്ലാം അവസാനം ഈഗോ ആയിട്ട് ചുരുങ്ങും. ആ ഈഗോ അവസാനം ഹൃദയത്തിൽ അടങ്ങും. അത് വെറും ഒരു മനസ്സിന്റെ കണ്ടൻസ്ഡ് ഫോമാണ്. അതെന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അത് മറയും. അന്വേഷിച്ചാൽ മറയും. അത് മറയുമ്പോ അഖണ്ഡമായൊരു പ്രജ്ഞ മാത്രം ഉണ്ടാവും. ശ്രദ്ധ പിന്നെയും പതറിയ പിന്നെയും പൊന്തു. എന്താന്ന് വെച്ചാൽ അതൊരു ഹാബിറ്റാണ്. ഉള്ളിലൊരു ഹാബിറ്റാണ്. ആ ഹാബിറ്റിനെ വിപരീതീകരണം ചെയ്ത് 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 അവസാനം നമ്മൾ ആ സമത്വം യോഗ ഉച്ചതേ എന്നൊരു, എവിടെയൊക്കെ ആയാലും സമബുദ്ധി മാറാതെ ആയാൽ പതുക്കെ 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 നമ്മൾ അഡപ്റ്റ്സ് ആയി കഴിഞ്ഞു എന്നർത്ഥം. പ്രൊഫിഷ്യന്റ്. അപ്പോഴാണ് യോഗി എന്നൊക്കെ ഭഗവാൻ വിശേഷിപ്പിക്കുന്നത്. ഞാൻ യോഗിയായി കഴിഞ്ഞു തോന്നിയ യോഗിയായിട്ടില്ല. ആ ശാന്തി ഉണ്ടെങ്കിൽ, ഒന്നിന്റെയും ഇമ്പാക്ട് ഇല്ലെങ്കിൽ, നമുക്ക് നിറവുണ്ടെങ്കിൽ, നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, ഇത് നമ്മൾക്ക് മാത്രം സ്വസംവേദ്യമാണ്, മറ്റുള്ളവർക്ക് അറിയുന്ന കാര്യമല്ല. നമ്മളാണ് നമ്മളെ തീരുമാനിക്കേണ്ടത്. നമ്മളാണ്, നമ്മളുടെ അന്തര്യാമിയാണ് നമുക്ക് റെക്കഗ്നിഷൻ തരേണ്ടത്, മറ്റുള്ളവരല്ല. മറ്റുള്ളവരുടെ റെക്കഗ്നിഷന് നിന്നാൽ കഴുത തൂക്കേണ്ടി വരും. കഴുതയെ പൊക്കി നടന്ന കഥയുണ്ടല്ലോ. അച്ഛനും മകനും കൂടെ നടന്നപ്പോ കഴുതയിൽ കയറിയിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ജനങ്ങള്. മകൻ ഇരുന്നപ്പോ നോക്ക്, പോത്തുപോലെ ചെക്കൻ കയറിയിരിക്കണു, അച്ഛൻ വയസ്സുകാലത്ത് നടക്കണു. അച്ഛൻ കയറിയിരുന്നപ്പോ ചെറിയ പയ്യനെ നടക്കാൻ വെച്ചിട്ട് അയാൾ കഴുത കയറിയിരിക്കണു. അവസാനം രണ്ടുപേരും കൂടെ കഴുതയിൽ കയറിയിരുന്നപ്പോ അയ്യോ പാവം കഴുത. അവസാനം രണ്ടുപേരും കൂടെ കഴുതയെ പൊക്കിക്കൊണ്ട് നടന്നു അത്രയും. അതുപോലെ ആവും. വെളിയിൽ നിന്നല്ല, നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് റെക്കഗ്നേഷൻ വേണം. ശാന്തി, നിറവ്, പൂർണ്ണത. അങ്ങനെ ഉണ്ടായാൽ ഇനി അതിന് എന്തു വേണം? ഈ ആത്മവിചാരം ചെയ്യണം, ധ്യാനം ചെയ്യണം. എങ്ങനെ ചെയ്യണം? യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ നിരാശീ അപരിഗ്രഹഃ. ഈ ശ്ലോകം മുതൽക്ക് നാളെ വൈകിട്ട് കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.